ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എല്ലാവരും ഇന്ന് വന്നിട്ടുള്ളത് ഗ്ലോബൽ സ്റ്റാറിന്റെ കൂടെയാണ്. ഇൻസ്റ്റഗ്രാം ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്ത ടാലന്റഡ് ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് നിഹാൽ നമുക്ക് ഒരുക്കുന്ന വമ്പൻ നോമ്പ് നമ്മളെല്ലാവരും ഇന്ന് നോമ്പറയ്ക്ക് വന്നാണ്ടാ. ഫുൾ ടീം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര് മാത്രം ദിശ മാറി. അതായത് ക്രേസി ഗോപാലിലൊക്കെ ദിലീപ് ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പോലീസ് വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ദിശ മാറ്റി വിട്ടു. അപ്പം എന്താ വെച്ചാൽ ജിമ്മി ഒരുപാട് കാലമായിട്ട് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്. അതായത് ഓൻ ഈ ലെൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ആർക്കാ ഇപ്പം എപ്പോഴും എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യലുണ്ട്, ഈ ലെൻസിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കലുണ്ട്. ഇത് വാങ്ങിയാൽ അടിപൊളിയാവും, ഇത് വാങ്ങിയാൽ ഇപ്പോൾ പരിപാടിക്കൊക്കെ ആണെങ്കിലും ജിംഷാന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങണ്ട, എത്ര ദൂരത്തുനിന്നാണേലും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നല്ല സൂം ചെയ്തെടുക്കുക, എത്ര ദൂരം എന്നാണെങ്കിലും എനിക്ക് കിടിലം ഫോട്ടോസ് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പം ഓനാണെന്നുണ്ടെങ്കിൽ കുറേ ആയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ വിചാരിച്ചതാണെങ്കിൽ കുറേ ഏറ്റവും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പം നമ്മൾ ടീം ലെംബൂസായിട്ട് കോൺടാക്ട് ചെയ്തു. ഇത് നമുക്ക് അറിയണ ഷോപ്പാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് നമ്മൾ വ്ളോഗ് ചെയ്യണ മൈക്ക് കാര്യങ്ങൾ, ഇപ്പോൾ ഈ മൈക്ക് അടക്കം ഇനിയിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്കൊക്കെ ഇവിടുത്തെ വാങ്ങിയിരുന്നു. മൂപ്പരാണ് അതിൻ്റെ ഓണർ കേട്ടോ. നമ്മളെ നീല പാൻറ്റും ചെക്ക് ഷർട്ടും ഇട്ട് നിങ്ങൾ ഒരു ടാറ്റ അടിക്കും, ടാറ്റ. അപ്പം ഇതാണ് ഷോപ്പ് ഇട്ടാ. ഫുൾ കാര്യങ്ങളുണ്ട്. അതായത് ക്യാമറ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുള്ള എന്താണെങ്കിലും ഇനിയിപ്പം എന്തൊക്കെ ഇവിടെയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞത് എനിക്ക് ഇവിടെ കറക്റ്റ് അല്ല. ജിംബല് ക്യാമറ ലെൻസ് ലൈറ്റ് പരിപാടികൾ, പിന്നെ മൈക്ക്, അതുപോലെ തന്നെ വേറെയുള്ള ലൈറ്റുകൾ, പിന്നെ കാർഡുകളുണ്ടാ, മെമ്മറി കാർഡ്, അങ്ങനത്തെ ഐറ്റംസ്. ഇതൊക്കെ നമുക്ക് അറിയണല്ലേ, ഇതൊക്കെ ഇപ്പൊ നമുക്ക് അറിയടാ. വേറെ ഇല്ലാത്ത പറയും. പിന്നെ ഇതേപോലെ കുടിയിരിക്കലിന് കല്യാണങ്ങൾക്കൊക്കെ ആവശ്യമായ പരിപാടികൾക്ക് ആവശ്യമായ ലൈറ്റുകൾ, ഫാനോ, കുടിയിരിക്കലിനൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ലൈറ്റ് അല്ലേ ഒക്കെ മേലൊക്കെ വെച്ചിട്ട്. അപ്പം എന്തായാലും നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള ലെംബൂസിലാണ് സാധനം വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സാധനം ഇതാ, മെയ്ഡ് ഇൻ തായ്ലാൻഡ്. തായ്ലൻഡിൽ നിന്നും ഒരിക്കലും സാധനം കേട്ടോ. ഇതാ മെയ്ഡ് ഇൻ തായ്ലൻഡ്, സോണി കോർപ്പറേഷൻ. അപ്പം സോണി കോർപ്പറേഷൻ മുനിസിപ്പൽ അല്ല, എനിക്കല്ലേ കോർപ്പറേഷന് പോകണം പറഞ്ഞല്ലേ, ഞാൻ പോയിക്കൊണ്ട് മിന്നാൻ വേണ്ടിട്ട് എനിക്ക് കോർപ്പറേഷന് പോകണം, മുനിസിപ്പാലിറ്റി പോകണം, എനിക്ക് പേപ്പർ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ. അപ്പം നമ്മൾ ലെൻസ് ഇപ്പോൾ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് ജിമ്മി അറിയില്ല. ജിമ്മി അറിയോന്ന് ചിലപ്പോൾ ചില സൂചന കിട്ടിയിരുന്നു. കാരണം ഞാൻ ഇവിടെ വരെ വേറെ വണ്ടിയില്ല, ആ വണ്ടി മാറി കയറിയപ്പോൾ തന്നെ അങ്ങനെ നോക്കുന്നുണ്ട്, എന്തിനാ വണ്ടി മാറി കയറണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ സാധനം ഇപ്പം നമ്മൾ സ്വന്തമാക്കി സത്യം ഓന് യൂസ്ഫുൾ ആവും. ഓന് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലും കൊടുക്കുമല്ലോ, യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കൊടുത്താൽ പിന്നെ നമുക്ക് പരിപാടിക്ക് ഉപകാരമാണ്. പരിപാടിയിലേറെ ജിമ്മി വെഡിങ് വർക്ക്. എല്ലാവർക്കും ജിമ്മി വെഡിങ് ഫോട്ടോഗ്രാഫർ ഉണ്ട്. അപ്പം നിങ്ങളുടെ കല്യാണങ്ങൾ കുടിയിരിക്കൽ പരിപാടികൾ മാക്സിമം ക്ലാരിറ്റിയിലാക്കാൻ വേണ്ടിയിട്ട് ജിമ്മിനെ കോൺടാക്ട് ചെയ്യുക, ജിംഷാദ് കോൺടാക്ട് ചെയ്യുക. പണ്ടത്തെ പോലല്ല, ഇനി നിങ്ങളെ മുഖമൊക്കെ തെളിഞ്ഞു കാണും, വെട്ടിത്തിളങ്ങണം. അതായത് യു ക്യാമിൽ ഷൂട്ട് ചെയ്ത പോലെ ഉണ്ടാവും പണ്ടത്തെ യു ക്യാമിലും. എത്ര നിങ്ങളെ കല്യാണം എത്ര ദൂരാണെങ്കിലും ജിമ്മി ഓൺ ദ വേല് ഷൂട്ട് ചെയ്ത് പോകും. അപ്പോൾ ഓൺ ദ വേല് പോലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ലെൻസ് ഇട്ടാ, സോണിന്റെ സോണിന്റെ FE50 150 F2GM ജനറൽ മാനേജർ. അപ്പൊ നബീൽ ഇവിടെ വന്നാണ്ട് പറഞ്ഞു വെൽതെടുത്തോളിയായിരുന്നു. നേരെ വന്നിട്ട് നബീൽ വന്നിട്ട് ഇല്ലേക്ക് വെൽതെടുത്തോളി ആക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എടുത്തല്ലോ. അപ്പം എന്തായാലും നമ്മളിന്ന് ജിമ്മിക്ക് ഇപ്പം ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്. സോ അവർ ബിഗ് താങ്ക്സ് ടു ലെംബൂസ് ആൻഡ് ചേട്ടനും ഒരു ബിഗ് താങ്ക്സ്. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ നമ്മളെ വ്ളോഗിന് ആവശ്യമായ ഗാഡ്ജറ്റ് പരിപാടികളൊക്കെ നമുക്ക് ഏറ്റവും അറ്റ് ദ ബെസ്റ്റ് പ്രൈസിലും ബെസ്റ്റ് ടൈമിലും, അതായത് എനിക്ക് കിട്ടാത്ത സാധനങ്ങളാണ് മൂപ്പര് ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവരിപ്പിച്ചല്ലോ. അപ്പോൾ എന്താ ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓരോ കോൺടാക്ട് ചെയ്യാം. അടി പിടിച്ചിരിക്കണം കിടിമെന്നാണ്. അപ്പോൾ എന്താ ആവശ്യമുണ്ടെങ്കിലും ലെംബൂസ് ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. ഇൻഷാല്ലാ കാണാം. എന്നാൽ പോട്ടെ, ഫോട്ടോ എടുക്കണോ? ഹലോ, ഉറക്കത്തില?
ഹലോ ആരാണ് പശുവനെ? ആരാണല്ല പശുവനെ? 4 മാസല്ലേ പശുവനെ? എങ്ങോട്ടോ ശ്രദ്ധിച്ചിരിക്കട്ടോ. ചിരിച്ചേ പേരെന്താ? ചിന്നുവാ? പേരിട്ടില്ല. 4 മാസമായിട്ടും ആണോ? അപ്പൊ എന്നാടേ നീ? അപ്പൊ ഒരിക്കലും നല്ല പേരെല്ലാരും പറഞ്ഞു കൊടുക്കട്ടോ കമന്റ് ബോക്സിൽ. ഇപ്പൊ വീട്ടിലെന്താ വിളിക്കല്? ഇപ്പൊ പൊന്നു, മിന്നു. അച്ഛൻ പേടാ നിർത്തിയേക്കണ്ടോ 4 മാസത്തിലും? എന്തേലും ഒന്ന് കൺഫേം ആക്കാൻ പറയും. സ്കൂളിൽ പോകാനുള്ള. എല്ലാരും ഇങ്ങനെ ഓർമ്മ ഉണ്ടാവും. ആരാ? മനസ്സിലായി. കാണാം. ബൈ ബൈ ബൈ. കുട്ടി കണ്ട് നിൽക്കണ്ട. ഫോട്ടോ സാധനം വാങ്ങല്ലേ? ഇതിന്റെ അടുത്ത് തന്നെയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നടക്കട്ടെ. ഇനിയിപ്പോ അടുത്തൊന്നും ഒരു വരവുണ്ടാവില്ല. ഫോട്ടോ എടുക്കണ്ട നമുക്ക് ഇങ്ങനെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് നോമ്പ് തുറവി പരിപാടിക്ക് എത്തിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും ഹബീബി. Where do you got this kandura from? Yemen. We have a guest from Yemen. Arabi. Black. എല്ലാരും വൈറ്റ് അടിക്കുന്ന ബ്ലാക്ക് ഇട്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മളെല്ലാരും ബ്ലാക്ക്. വൈറ്റ് ഇട്ടു. അച്ചു പറഞ്ഞ പോലെ കേട്ടു. വൈറ്റ് ഇട്ടു. ഇതിപ്പോ എടുക്കുവാ? ഒന്ന് ഓഫ് ആക്കുവോ? മൈക്കിൽ വോയിസ് കിട്ടുന്നുണ്ട്. പോവാ? ഓക്കെ സോറി ട്ടാ. അതാ എന്തൊക്കെ ഞാൻ വണ്ടിന് മുന്നിൽ കാട്ടുന്നത്. ഇങ്ങോട്ട് എന്താ വൈകിട്ടുണ്ടല്ലോ. കൊടുക്കാം. ഫോട്ടോയാ? ഹായ്, പേരെന്താ മുത്തേ? എത്ര ക്ലാസ്സിലാ? ഓക്കെ ഓക്കെ താങ്ക് യു. ബൈ ബൈ. ഓക്കെ ഓക്കെ കാണാം. ബൈ ബൈ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറവിക്കുക അറബി നമ്മളെ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അലവി ഫ്രം യമൻ ആൻഡ് അജ്വദ് ഫ്രം TK കോളനി പൊട്ടിക്കല്. അജ്വദേ മിക്കിന്റെ പോ. കേറല്ലേ? എന്നാ പടക്കം വാങ്ങിക്കണ്. പടക്കം
നടുവിലോട് വെക്ക്. എല്ലാരും ചാടിക്കട്ടെ എല്ലാരും ചാടിക്കട്ടെ. ഓനങ്ങോട്ട് കൊണ്ടോ ഓനങ്ങോട്ട്. ജിമ്മിയാ ഇത് തിരികൊളുത്ത്. ഏയ് ചാക് ഉപഹാര സമർപ്പണത്തിനായി ജിമ്മിയെ ക്ഷണിക്കുന്നു. FF50 150. എന്താണോ എന്തൊക്കെയോ നമ്പർ ലിയ വന്ന് നോക്കി. ഇത് അച്ചാറും ചോറും ടെംബ്ലറും പറന്നെടുക്കല്ലേ. ശൂന്യ പാവാക്കി ഇങ്ങനെ സുനി ടെൻഷനിലായിട്ടാ. തുറന്നോക്ക്. നബില് ചെക്ക് ചെയ്ത് നോക്കിക്കണേ. സാധനമൊക്കെ ഓക്കെയല്ലേ നോക്കി. നബില് 2 ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി. ലെൻസ് ഒന്നും ഇല്ലാതെ മറ്റേ കവറൊന്നും ഇല്ലാതെ. ആ ഫുൾ ഓൺ അല്ലായിരുന്നു. മറ്റേ ക്ലിപ്പ് ഇട്ടിട്ട് സെറ്റല്ലേ? മധുര സ്വപ്നങ്ങളേകും. ഇത് ഊരാനും മറിച്ചാനൊക്കെ പറ്റില്ലേ? ക്യാമറ ഉണ്ടാ? ഫിറ്റ് ചെയ്ത് നോക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, കാണികൾക്ക് എല്ലാവർക്കും വേണ്ടി ജിമ്മി പുതിയ ലെൻസിൽ ഒരു ഫോട്ടോഷൂട്ട് ഇപ്പൊ എല്ലാരും വെച്ച് നടത്തുന്നതാണ്. അജയ് ബ്രോ എല്ലാരും ഒന്ന് മൈൻഡ് ചെയ്താണ് അജോദിനെ. ഇതൊക്കെ ഇട്ട് വന്നിട്ട് ലിയ അങ്ങനെ ഡ്രസ്സിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ. നിജസ്ക എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും. ആ കെട്ട് വന്നാണ് എല്ലാരും ഒന്ന് നോക്കാനും മൈൻഡൊക്കെ. ആ തന്നെ ഞങ്ങൾ പൗതി എത്തിയപ്പോഴതൊക്കെ എന്താ പറഞ്ഞേ? അല്ലട്ടാ, ഞാൻ 2 ദിവസം മുന്നേ എന്താ പറയാ ഗ്രൂപ്പ് നോക്കിയിട്ടില്ല. ഞാൻ വരാൻ കഴിയില്ലാന്ന് കരുതി നിൽക്കണോടത്തുനിന്നാ വന്നേ. എന്ത് ഞാൻ ആ മെസ്സേജ് ഇപ്പൊ എടുത്ത് കാണിച്ചു തരൂട്ടോ. പറഞ്ഞേക്കും ചിലപ്പോ. ഞാൻ പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, ക്യാമറയുടെ പവർ നോക്കൽ ചടങ്ങുകൾ നടക്കുകയാണ്. എങ്ങനെ മോനെ ഫസ്റ്റ് ഫോട്ടോ സെറ്റ് കളറാ. എടാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇഫ്ര കുറച്ച് ബാക്കിലേക്ക് എവിടെ നിന്നാലും ഇതിൽ കിട്ടും. മാഷാ അല്ലാ. അങ്ങനെ ലെൻസിൽ ആദ്യത്തെ ഫോട്ടോ ഇഫ്രയുടെ ഫോട്ടോ എടുത്തിട്ട് കണ്ണടിച്ചു. ലിയക്ക് അല്ലല്ല ഞാൻ എടുക്കല്ല. ഞാൻ പരിപാടിന്റെ ഫോട്ടോ മാത്രം എടുക്കലുള്ളൂ. അല്ലല്ല എനിക്ക് നിങ്ങളെ കാണാം. ആ ഫ്രെയിമിലൊന്ന് കാണാനാ. എടുക്കാം. ലിയ ഒന്നിക്ക് ക്ലിപ്പില്. അതിന്റെ ക്ലിപ്പ് അതിലുണ്ട്. കുറച്ച് ബാക്ക് എടുത്തോക്ക്. അത്ര സൂമാക്കാതെ. ഓ ചുറുക്കായിട്ടാ കളറൊക്കെ മാറടാ. ഫുള്ള് ടോണ് മാറിയില്ലേ? ഷൂട്ടിങ് ഫോട്ടോ കറക്റ്റ് സാധന. അത് പൊളി. ഒരേ സ്ഥലത്ത് തന്നെ എന്നിട്ട് ക്ലോസും ഫോട്ടോ എടുത്താലോ? അപ്പൊ സുഹൃത്തുക്കളെ, എന്താണ് അഭിപ്രായം പറയാനുള്ളത്? എന്താ അഭിപ്രായം പറയുള്ളത്? സത്യം പറഞ്ഞാല് ഇതിന്റെ പ്ലാന് മൊത്തത്തില് ഞാന്
സത്യം പറഞ്ഞാൽ അതിന്റെ പ്ലാൻ മൊത്തത്തിൽ ഡ്രോപ്പ് ആക്കാം എന്നുള്ളൊക്കെ ഒരു മൈൻഡിൽ എത്തിയിരുന്നു. കാരണം എടുക്കേണ്ട സ്റ്റേജിലെത്തിയിരുന്നു. കാരണം ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു സോണി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ഏറ്റവും ഈ വർഷത്തെ എന്തോ ഒരു അവാർഡും സാധനം കിട്ടിയ ലെൻസാണ്. അപ്പോൾ ഇത് ഉണ്ടാവുക പറഞ്ഞത് സത്യം പറഞ്ഞാൽ എല്ലായിടത്തും ഇല്ല. അപ്പോൾ അത് സ്വന്തമാക്കാന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിരുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്തിന് വല്ല വേണ്ടെന്നൊക്കെ രീതിക്ക്. പിന്നെ ഏതായാലും ഇപ്പോൾ അപ്പൊ സാധനം കയ്യിലെത്തിട്ടാ. അപ്പൊ മാഷാല്ലാ എല്ലാരും കൺഗ്രാറ്റ്സ് ജിമ്മി, കൺഗ്രാറ്റ്സ് ജിമ്മി, കൺഗ്രാറ്റ്സ് ജിമ്മി പറഞ്ഞ് കമന്റ് ചെയ്യാ. എടാ കൈയടിക്കടാ, എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കടാ. എന്താണ് പറയാനുള്ളത്? 2 വാക്ക്. അപ്പൊ ഇഫ്ര പറയണ എന്താ വെച്ചാൽ എനിക്കിപ്പോ ഓൾറെഡി ഫോട്ടോസ് കിട്ടലുണ്ട്. ഇനിയിപ്പോ കുറച്ചും കൂടി ക്ലിയറിൽ ഇങ്ങനെ ഫോട്ടോസ് കിട്ടും. അപ്പൊ എന്ത് ലെൻസ് ഇന്നാണ് നടന്നത്. അപ്പൊ ലിയന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ ഒരു ലെൻസിൽ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. ഇനിയിപ്പോ ആ ഫോട്ടോ കൊടുക്കണ വരെ ഒരു ഒഴിവ് ഉണ്ടാവില്ല നമുക്ക്. ഇപ്പൊ എന്താ വെച്ചാൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഇറാനി പോള. ആൾക്കാർ ഫുൾ അച്ചോ യൂട്യൂബ് ഫുൾ ബിസിയായി. ആൾക്കാർ ഫുൾ റെസിപ്പി ചോദിച്ചോണ്ടിരിക്കാണ്. വെറുതെ ഇരിക്കാൻ വയ്യ. ഇറാനി പോള ഉണ്ടാക്കിയില്ല, ഇവക്ക് ഉണ്ടാക്കി പോയാ പോരെ. ഞാൻ ഭൗതികന്ന് റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയപ്പോ വീഡിയോ എടുത്തില്ല. എന്നിട്ട് ഇപ്പൊ ആൾക്കാർ ഫുൾ റെസിപ്പി വയ്ക്കാം. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് വേറൊരു റീൽ ഇടാം. സാധനം ക്ലിക്കായി. പക്ഷേ ടേസ്റ്റ് ഉണ്ടേനി. ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പേ ഓള് പപ്പടക്കോലായിട്ട് വന്നിട്ടോ. എന്നിട്ട് ഒരു അളവ് പിടിച്ചിങ്ങനെ വന്നു. അപ്പൊ എന്ത് ചോദിച്ചു? അപ്പോൾ കുത്തി നോക്കിക്കണേ. കുത്തി നോക്കിയപ്പോ ഇതില് ഫുള്ള് വെള്ള ഉണങ്ങി ഇതായിട്ടില്ല, വെന്തിട്ടില്ല. അതിലേ പാളോ എന്നുള്ള മൂടിൽ ഇങ്ങനെ നിക്കാ. പിന്നെ എന്തോ ഭാഗ്യത്തിനാണ് വെന്ത്. ഷാനായിരുന്നില്ല. അപ്പൊ ഷാന ഗ്രൂപ്പിൽ ഇന്ന ഫുൾ ആക്റ്റീവ് ആയിരുന്നല്ലോ. അതുകൊണ്ടാണ് ഓവർ ആക്റ്റീവ് ആയത്. നമുക്ക് വരാൻ പറ്റാത്തോണ്ട് ഇന്ന് രാവിലെ പോയതല്ലേ. ഇവിടെ എങ്ങനെ വരൂലേ? ഞാൻ വിചാരിച്ച് നല്ല സൺലൈറ്റ് അല്ലേ. ഒരുക്കോ സ്ഥലങ്ങളും മണ്ഡപങ്ങളൊക്കെ ഒരുക്കോ? നോമ്പ് മണ്ഡപം ഡെയിലി നമ്മൾ കാണുന്നുണ്ട്. മാഷാഅല്ലാഹ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും അച്ചൊക്കെ അതിന്റെ ഇടയിൽ കുറെ ദിവസം എന്റെ ഇപ്പൊ ഇല്ലേനി. അപ്പൊ എനിക്ക് ഭയങ്കര ഇടങ്ങാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഉണ്ട്. വർക്ക് ലൈഫും ചിൽ ലൈഫും ബാലൻസ് ചെയ്യാൻ പഠിച്ചു. എനിക്കും അത് ചെയ്യണം. അതെന്റെ പറ്റും തോന്നുന്നില്ല. നോമ്പിന് മാത്രമേ കിട്ടുള്ളൂ. സോറി. എനിക്കും വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ഒന്ന് മാനേജ് ചെയ്യാൻ നടക്കണില്ല. കുറെ നമുക്ക് ഈ വർഷം കുറച്ച് ഞാൻ വെച്ചൊരു ഫോട്ടോ ബാ ഈ വർഷം പ്ലാൻ ഉണ്ടോ? നിഹാലിക്കും എടുക്കുന്ന ഒരു ഫോട്ടോ. സൺലൈറ്റിന്റെ അടുത്തേക്കും ഇവിടുന്ന് എടുക്കണേ. ഷട്ടർ കഴിച്ചോ? എടാ നമ്മള് തെറ്റ് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ഫോട്ടോ പറഞ്ഞിരുന്നത്. വേറെ ഉണ്ടോ? ഇത് രസമുണ്ട്. സീനാവും. ആ ഫോട്ടോ കാണിച്ചു. നിഹാലെടുത്ത ഫോട്ടോ ഉണ്ടാ. നിഹാലെടുത്ത് ഈ ഒരു ഫോട്ടോക്ക് എത്ര ലൈക്ക് സുഹൃത്തുക്കളെ? ഞാനോ? ഇൻസ്റ്റാഗ്രാം നിഹാൽ. താങ്ക് യു. അഭിനന്ദനങ്ങൾ അർപ്പിക്കുക. അഭിനന്ദന അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാരപ്പാണ് ഇപ്പൊ ഞങ്ങൾ ചില്ല് ചെയ്യണത്. കാരണം ചിലപ്പോ നിങ്ങളെ ഫ്രണ്ട് സർക്കിളിലൊന്നും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. ഞങ്ങളുടെ കൂടെ എന്റെ തലങ്ങും വിലങ്ങും ആരാ നിക്കണെന്ന് അറിയോ? ഹനുമാൻ കൈൻഡും നിയാലും ഫോളോ ചെയ്തില്ല. അതൊരു കിട്ടല. ഒരു കൈയടി അനസ്കെ എവിടുന്ന്? അല്ല അനസ്ക ഉണ്ടായിപ്പോ പോയി. എന്നാ വിളിച്ചൂടെ? ഞാൻ നാട്ടിലെന്തോ നോമ്പറുണ്ട്. ഞാൻ
നമ്മളെ കണ്ടോണ്ട് ഡ്രസ് ഇട്ടത്. അയ്യോ ഇന്ന് കളർ കോഡ് ഉണ്ടായിട്ടോ. ഈ ലീം ഇഫറൊക്കെ എന്താ വെച്ചാൽ മോട്ടറുകളാണ്. എന്തേലും ഡ്രസ്സ് ഇടാൻ പറഞ്ഞാൽ അത് ഇട്ടാണ്ട് ടൈം ആകുമ്പോൾ ആ ഡ്രസ്സ് ഇട്ട് വരും. അതിന് പരിപാടികൾ ഏതോ ആവട്ടെ, മരിപ്പോ മുടിയളീച്ചലോ എന്താണേലും ഡ്രസ്സിങ് സെൻസിനൊരു കുറവില്ല. ഇതാണ് എന്റെ കിങ് കേട്ടോ. ഈ കൂട്ടത്തിലൊരു കൊമ്പൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എംബല്ലിയാണ്. കാരണം ഞങ്ങളെ നേതാവാണ് എംബല്ലി. ഞങ്ങളൊക്കെ താഴെയാണ്, എംബല്ലി മോളിയാണ്. എംബല്ലിനെ ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല, പക്ഷെ അറിയണവരൊട്ട് എംബല്ലിനെ മറക്കൂല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എംബല്ലി. എംബല്ലി നമ്മളെ പ്രേക്ഷകരോട് രണ്ടു വാക്ക് സംസാരിക്കും. എന്താ പറയണ്ടേ? എന്തായാലും നമ്മളെ പ്രേക്ഷകർ, അതായത് ഈ ചാനൽ പറഞ്ഞാൽ 4 വർഷമായിട്ടുള്ളൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. 4ാം വർഷത്തിൽ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എളിയ ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിപ്പോൾ കാണിക്കണ്ട, അപ്പോൾ ഈ ഉണ്ടാക്കിയ ഗെറ്റപ്പ് ഫുള്ള് പോകും. അപ്പം അമ്പിളി, അപ്പം എന്താണ് നമ്മളെ ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്? അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതിനും മുകളിലോട്ട് പോകണം. ഇതിലാറെ അങ്ങോട്ട് മുകളിലോട്ട്. ആള് കഴിഞ്ഞു കേരളത്തിൽ. ഇനി ഇംഗ്ലീഷിൽ ചെയ്യേണ്ടി വരും ബ്ലോഗൊക്കെ. ഹൗ ആർ യു? ഗ്ലോബലി നമ്മൾ ഫുൾ ഇംഗ്ലീഷിൽ ചെയ്യണം. എല്ലാ ലാംഗ്വേജിലും. നൗ വി ആർ ഹാവിംഗ് ഇഫ്താർ വിത്ത് എംബല്ലി അറ്റ് കാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കണ്ടന്റ് ഫുൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പോവാണ്. എന്നാലും കണ്ട ആൾക്കാരോടൊരു നന്ദി പറയും, സപ്പോർട്ട് ചെയ്ത. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. അതായത് നിങ്ങൾ ഇതിലുള്ള സബ്സ്ക്രൈബേഴ്സ് കാണുന്നതിന് മുന്നേ അമ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അമ്പിളിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് 2019 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2022 യൂട്യൂബ് കാണുന്നവരൊക്കെ എന്നെ അറിയണം അതിന് ശേഷമാണ്. അമ്പിളിനെ 2019, 20, 21 ഞാൻ പാട്ട് പാടുന്ന ടൈമിൽ എന്റെ പരിപാടികൾക്കും ഒരാൾ വരാത്ത കുറെ പരിപാടിക്കാൻ പോയിക്കണേ. ആ പരിപാടിക്കൊക്കെ മുന്നിൽ സീറ്റും പിടിച്ച് അമ്പിളി ഉണ്ടാവും. എന്നിട്ട് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ലാപ്ടോപ്പ് ഒക്കെ കൂടി ഞാനും അമ്പിളിയും പോരും. അപ്പം വർഷങ്ങളെ ബന്ധാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് കാണാൻ വന്നത്, നമ്മൾ ബസ്സിൽ വന്നത്, നമ്മളവിടെ ഫസ്റ്റ് കണ്ട ഓർമ്മയുണ്ട്. മാനാഞ്ച ബീച്ചിൽ നിന്ന് പരിപാടിക്ക് ഓർമ്മയുണ്ട്. ഫഹീം ടൻസലിന്റെ ഒക്കെ ഒപ്പം അല്ലേ? അറിയാം, എനിക്കല്ല ഓർമ്മയുണ്ട്. എനിക്ക് എത്ര വർഷമായാലും ഓർമ്മ. പിന്നെ നമ്മളിവിടെ ഇരുന്നത് അബുക്കേന്റെ ഒക്കെ പുറം പാട്ട് പാടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം, അതൊക്കെ ഓർമ്മയുണ്ട്. ഹാപ്പി അല്ലേ? അപ്പൊ അമ്പിളി ഈസ് എ ബ്ലെസ്സിങ് ഓഫ് മൈ ലൈഫ്. അതായത് അമ്പിളിനെ പോലുള്ള ഒരു പറ്റം കൂട്ടുകാരുണ്ടായതാണ് എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ വിജയമായിട്ട് കാണുന്നത് കേട്ടോ. താങ്ക് യു. അമ്പിളി കണ്ടത് കൊള്ളാം. ഞാൻ ഇത്രയും വലിയ സംഭവമായ എനിക്കത് പറയാൻ കിട്ടണ്ടേ? അല്ല പോണ്ടേ? സ്റ്റൈലിന്റെ ലുക്കിന്റെ കാര്യത്തിൽ ഇജ്ജന്നെ ടോപ്പ്. കാര്യം അന്റെ ഇപ്പൊ ബിള്ളുണ്ടായിനല്ലോ, ഓളെവിടെ പിടിയുടെ കണക്ക് പത്തോടെ എത്തിയ വരുന്നുള്ളൂ. ജിംഷ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ബോക്സ് വെച്ചിട്ടാ തമ്മിൽ എടുക്കാനാ? ബോക്സ് വെച്ചിട്ട് വേറെ എടുക്കണേ വേറെ എടുക്കാൻ മതി. തമ്മിൽ കുറെ ഉണ്ടായിക്കോട്ടെ, കുറെ വ്ളോഗ് ഇടാല്ലോ. ഇതിന് തമ്മിൽ ഇല്ല എൻ്റെ അടുത്ത് ഇടാൻ. അത് പിന്നെ പ്രേക്ഷകരെ അങ്ങനല്ല. അപ്പൊ എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമുക്ക് കാണാം. കൊച്ചിയിൽ നിന്നും സുഹേൽക്ക ജോയിൻ ചെയ്യാണ്. എന്താ തുടങ്ങി? ഞാൻ ഫോട്ടോ സർഫ് ചെയ്തല്ലോ വന്ന കോഴിക്കോട് ബീച്ചിലേക്ക്. ഫുള്ളോ? സർട്ടിഫിക്കറ്റ് കാണിച്ചല്ലോ, 5 ദിവസം ക്ലാസ് പഠിച്ച വെറുതെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ കൂട്ടത്തില് ഗ്ലോബൽ സ്റ്റാറിന്റെ പുറമെ സർഫിംഗ് സ്റ്റാർ. അയ്യോ സർഫിക്കറ്റാണല്ലോ സർട്ടിഫിക്കറ്റ്. അംഗനവാടി സർവീക്കറ്റാ? എനിക്ക് തോന്നുന്നു ഇത് കൂറ്റമ്പാറ അംഗനവാടിയിൽ കുട്ടികളെ ഓട്ട മത്സരത്തിലൂടെ ഇതിലാണ് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സെറ്റാണ്. ആരൊക്കെ ഉണ്ട് എന്റെ കൂടെ കടലിലേക്ക് വരാൻ? ബീച്ചിൽ പോവാ എന്തൊക്കെ ചെയ്യും നമ്മള്? എന്തൊക്കെ ചെയ്യും നമ്മള്? ഒരു ഇത് കിട്ടിയാല്, ഒരു പാള കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു പാള കിട്ടിയാൽ അല്ല മറ്റേ സാധനം പാളയല്ല, എന്താണ് അതിന്റെ പേര്? സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ ഇതേ അവിടെ സുഹേൽക്ക് ഏതോ പാക്കേജ് കിട്ടീനി. അപ്പൊ അവിടെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലം. ഞാൻ കടലിൽ വെച്ച് കടലിൽ എന്റെ മുന്നേ ഫോട്ടോ വീഡിയോ ലക്ഷങ്ങൾ കാണും. ലക്ഷങ്ങൾ കണ്ടോട്ടെ വരും. ഞാൻ കാണിക്കും, എന്റെ കൂടെ നീയും കാണിക്കണം. അതില്ല, സുഹേൽക്ക് എന്തൊക്കെ ചെയ്യും? ഞാൻ സർഫ് ചെയ്യും. പിന്നെ അതായത് മറ്റേ പാളന്റെ സാധനം കടൽ കണ്ടിട്ടാല് എത്രയും പോകും, ഒന്നുമില്ലാതെ. വെറുതെ പോകാൻ എന്താ മറ്റേ
തിരമാല ഉണ്ടേ പോകും. സ്കില്ല് വേണം. അങ്ങനെ മനസ്സിലായി. അങ്ങനെ പഠിച്ച സർട്ടിഫിക്കറ്റ് പിന്നെ എന്താ അങ്ങനെ പോവും. നല്ല എനർജി ആണോടാ വർക്കൗട്ടൊക്കെ ചെയ്ത്. 1 2 3 പരിചയമില്ലാത്ത വണ്ടിയാണല്ലോ. തുറവി മറി വന്നിട്ട് ഏത് ടീം ഇങ്ങനെ മിർഷാക്ക് പതിവിലെ പോലെ തന്നെ എന്നത്തെയും പോലെ തന്നെ വന്നപ്പോൾ തന്നെ ഫുൾ തിരക്കായി. ആരടാ മിർഷാക്ക വന്നപ്പോൾ തന്നെ തിരക്കുകൾ തുടങ്ങി. ശാരദ വിമല ഹലോ. മിർഷാക്ക് വോയിസ് ഓറാൻ കൊടുക്കൂല. ഏതേലും ഹോസ്പിറ്റൽ കേസാണ് കൊടുക്കണത്. അതിന് ഞാൻ വോയിസ് ഓർ എന്നോട് പടച്ചോൻ പുറക്കൂല. അയ്യോ നമ്മളെങ്ങനെ പറയാ നമുക്ക് വെച്ചോക്കെ. അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്തോ. ഇതിൻ്റെ സൈസും വലുപ്പം ഊക്കും വലുപ്പം എല്ലാവരും ഒന്ന് കണ്ടോളൂ. ചില്ലറക്കാരനല്ല, അമേരിക്കക്കും കസക്കിസ്ഥാനും ഒരുപോലെ പ്രിയപ്പെട്ടവൻ. ആ ഡയലോഗില്ലേ, പാറ്റൻ ടാങ്ക് കിട്ടുന്ന സാധന ഫോട്ടോ തീവാറും. ഞങ്ങളൊക്കെ പേടി പോയി. വലുത് ഏതാ വെച്ചാൽ നോക്കിയെടുത്തു. പക്ഷെ പരിപാടി വേണോ സെറ്റ് ക്യാമറയാ. ബാ നമുക്ക് അവിടെ കാണാം. വരി ബാ. സ്റ്റൈല് പൊളിച്ചു. സ്റ്റൈൽ അല്ലല്ല നിയാസ്ഖാനെ പൊക്കി പോ. നീ ഒരു വട്ടം നീ ഇവിടെ ഇറക്കി കയറ്റി വീണ്ടും ഇറക്കി കയറ്റാൻ മീനിങ്ങനെ പാർട്ടിക്ക് പാടുകളൊക്കെ നിജാസ്കിൻ കൊന്ന സ്വാതന്ത്ര്യ ദിനം ലേറ്റ് ആയിട്ടാണ് ആഘോഷിച്ചത്. ഇന്ത്യൻ ഫ്ലാഗിന്റെ കളറുകളെല്ലാം അല്ലട്ടോ. ഇത് എന്ത് സംഭവം? അച്ചോ അച്ചോടാ അച്ചോ ബാ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് എടുത്തോ ഫോൺ എടുത്തോ. ഗ്ലോബൽ സ്റ്റാറിന്റെ ചെലവ് ഉണ്ടേ ഇതാണ് തോര ടീനയിലെ ഇപ്പുത്ത ബ്രോ. നമ്മളും കൂടി തരാ. ബാ ബാ വാസിലെ ബാ. ആ ഏതാ? ആ ക്യാൻസർ പിടിച്ചോ. എന്തെടുക്കാൻ മുത്തേ? എടാ ബത്തക്കൊക്കെ ഓൾറെഡി കവർ പൊട്ടിക്കണല്ല. തിന്നാ ആരുടെ ഈ വണ്ടിയിൽ വന്നേ? ബത്തക്കൊക്കെ കവർ പൊട്ടിയണ്ട കിട്ടിട്ടോ. സാലി ഇവിടെ വരൂ. പൈനാപ്പിൾ ആൻഡ് വാട്ടർമെലൺ ഇതും കുടിക്കാൻ പറ്റുമോ? ഇത് മുറിക്കേണ്ടി അതല്ല എല്ലാത്തും വേണ്ടേ? ഇതിലാരെങ്ങനെ ഇത് മുറിച്ചാ? അത് അമ്പിളി ചെയ്തതാ. ചെന്താമര കൊണ്ട്. ഇതെന്താ അംബാനിന്റെ കല്യാണത്തിന് ഈ പൂ വെച്ചിട്ടാ പോലും ഡെക്കറേറ്റ് ചെയ്ത്. സീരിയസ്ലി കാര്യം പറഞ്ഞതാ. തള്ളു പോലെ തോന്നുന്നുണ്ട്. അല്ല അമ്പലി പറഞ്ഞൊന്നും നുണയാവില്ല. അമ്പലി പറയണ നുണയാവില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും നമ്മളങ്ങോട്ട് വിശ്വസിക്കും. അതാണ് ഓരോ ധൈര്യം. നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. അല്ല സുഹൽക്ക വേറെ എന്തിനുണ്ടോ? കടലിപ്പോഴുള്ള ബോഡിയൊക്കെ ക്ഷീണിച്ച് കരിഞ്ഞിരിക്കുകയാണ്. എവിടുന്നാ പഠിച്ചേ? മുൾക്കി കർണാടക. ഡെഡിക്കേഷൻ വേണോടാ. ഇന്ത്യയിലെ സർഫിംഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. പഠിക്കുമ്പോ അവിടെ പോയി പഠിക്കണം. നിങ്ങൾ പോവാണെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഞാനൊന്നും വരുന്നുണ്ട്. എക്സ്പെർട്ടാണ് ഞാൻ സർഫിംഗ് ബോർഡൊക്കെ വാങ്ങാൻ പോകണം. അടുക്കാം ബാ. നടക്കുന്ന ജിമ്മിപ്പോ വരും. വന്നിട്ട് കാണാം. ഞാൻ ഒരേക്കാം ബാഗ് കൊണ്ടോണേ. കഴിഞ്ഞ നോമ്പിനാണ് ബാസിൽ ഓടിയത്.
പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ പറഞ്ഞോ ഞാനേ ഇങ്ങള് രണ്ടാളും ഒപ്പം ഇരിക്കണേ നമ്മളെ ഫുഡ് കഴിക്കാന് ഏത് ഫുഡ് ഓ ഞങ്ങൾ പ്രോട്ടീൻ ഫുഡ് കഴിക്കുമ്പോൾ ഓയിലി ഫുഡ് എടുത്ത് കഴിക്കാൻ വേണ്ടി വിഷയം മാറ്റിയാണ് ഭയങ്കര ടയർഡാ നബിലത് ഓയിലി ഡയറ്റ് ആട്ടാ. പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ തട്ടി അന്ന് ഓടിക്കാണ്ട് പോലീസ് സ്റ്റേഷനിൽ ഉള്ളിക്കടി കയറി സാറിന്റെ ടീം ആക്രമിക്കാൻ വരുന്നത് സുഹേൽക്കൊക്കെ ബാക്കില്. ഇപ്പം കഴിഞ്ഞ നോമ്പിന് കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ എല്ലാരും സ്വിമ്മിംഗ് പൂൾ അല്ലല്ല നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ നോമ്പല്ലടാ രണ്ടോ മുമ്പ് കഴിഞ്ഞ മുമ്പത്തെ കഴിഞ്ഞതിന് മുമ്പത്തെ നോമ്പിൽ ഇപ്പൊ നിഹാലുണ്ടാ ബാസിൽ വീണത് നോമ്പ് ഞാൻ സ്റ്റേഷനുള്ളിൽ കയറി സാറെന്നെ ആക്രമിക്കാൻ വരുന്നത് ഇപ്പൊ രണ്ടാളും ബാക്കിൽ എല്ലാരും എടുത്ത് ഓരോരുത്തരും എടുത്തിട്ട് വെള്ളത്തിലിട്ടു കേട്ടോ. അതിന് ബാസിൽ എന്ത് ചെയ്തു, നബീലെടുത്ത് വെള്ളത്തിലിട്ടു. നിഷ്പക്ഷനായി ചാടി ഇങ്ങനെ അലകുന്നിട്ട് വേറിട്ട് പോലെ നബീല് കുറെ കൈ പിടിച്ചു നോക്കി. ലാസ്റ്റ് മനസ്സിലായി ഗാലറി മൊത്തം നമുക്ക് എതിരാണല്ലോ മച്ചമ്പി ഇറണ്ട് എന്ത് ചെയ്തു ഒറ്റ ചാട്ടം. ബാസില് ടൗസർമൽ എന്തോ പാഞ്ഞിട്ട് സ്റ്റേഷനിൽ കയറി. ഇവിടുത്തെ സ്റ്റേഷനിൽ നടക്കാവ് സ്റ്റേഷനിൽ കയറി. സാറെന്നെ ആക്രമിക്കാൻ വരുന്നതാണ്. ഞങ്ങളൊക്കെ സ്റ്റേഷന്റെ പുറത്ത് ഇങ്ങനെ ബാസിനെ പിടിച്ചാൽ വന്നാ അതിൽ പോലീസ് വന്നിങ്ങനെ നോക്കി. അത് ഞങ്ങളൊക്കെ ആലോചിച്ചോക്ക് ആ സീനൊക്കെ. ലാസ്റ്റിന്റെ മേത്ത് കിട്ടു. അതിൽ ഞാനവിടെ അറിയോ ഇവിടെ ചായക്കടണ്ട് വെജിറ്റേറിയൻ. അവരോട് പോയി ഇങ്ങനെ ചായ അപ്പൊ വെജിറ്റേറിയൻ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഭയങ്കര ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെ അവിടെ വന്ന് അലമ്പാക്കും എനിക്കറിയില്ലേ. ഞാൻ ചായ ഇങ്ങനെ സിപ്പടിച്ച് ഇങ്ങനെ കുടിക്കാം. അപ്പൊ അതിലിപ്പോ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഫുൾ ടീം നടന്നു വരുന്നുണ്ട്. അസ്ലംക്ക് എല്ലാവരും നടന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ മനസ്സിലായി ട്രാപ്പായി. അല്ലെങ്കിൽ ചായന്റെ പൈസ എത്ര ബ്രോ? 10 രൂപ. ഞാൻ ഗൂഗിൾ പേ കേട്ടോ. നേരെ 2 കൈ ഇങ്ങനെ വെച്ച് 2 കൈ ഇങ്ങനെ വെച്ച് അത്രയും സ്റ്റാൻഡേർഡ് ആൾക്കാരടി എന്നെ പൊന്തിച്ച് കൊണ്ടോ. അന്നിട്ടുണ്ടോ എന്നൊക്കെ വ്ളോഗ് ഉണ്ടെങ്കിൽ ചെറിച്ച് പാട്ടായിരുന്നു. ഇന്നെ ഇവിടുന്ന് തൂക്കി. ഇനി വെജിറ്റേറിയൻ ഷോപ്പ് ഒന്നുമില്ലേ ഇവല് പൊന്തിച്ചാണ് കൊണ്ടുപോയത്. എത്ര കസ്റ്റമേഴ്സിന്റെ അടിയിൽ ആൾക്കാരൊക്കെ നോക്കില്ലേ. അസ്ലംക്ക് ജോയിൻ ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. ഓല് ജോയിൻ ചെയ്യരുത്. ഓല് ഭയങ്കര മറ്റേ കെമിക്കൽ ഫാക്ടേഴ്സിന്റെ പോലെ. ചില ഫാക്ടേഴ്സ് ജോയിൻ ചെയ്താൽ പൊട്ടിത്തെറികൾ സംഭവിക്കും. അതുപോലെയാണ് ഓല ഫാക്ടേഴ്സ് ഒരിക്കലും ജോയിൻ ചെയ്യരുത്. അസ്ലംക്ക് കണ്ടുമുട്ടുന്നത്. അസ്ലംക്ക് വരുന്നുണ്ടോ? അസ്ലംക്ക് പെരുന്തമണ്ണയില് പാത്രം കഴിക്കാന്ന് പറഞ്ഞ ഭാഗ്യം ഭാഗ്യം ഭാഗ്യം. നോക്കടി സ്റ്റൈല് നോക്കടി. സംഭവിക്കണത് അന്തരീക്ഷത്തിന്റെ മട്ടും പാവും പാവുന്നു. എന്തോ വെളുതോരാൻ പോകുന്നു. അമ്മേ അവര് പാത്തു കല്യാണത്തിനാ വൈറ്റ് ഡ്രസ് കോഡ് ഇട്ടത്. വൈറ്റ് ജിമ്മിയുടെ കല്യാണത്തിനായിരുന്നു. വൈറ്റ് ഡ്രസ് കോഡ് വൈറ്റ് ഇട്ടത് കല്യാണത്തിനാവൂല. നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തിട്ടാണല്ലോ അന്ന് ഈ ഷർട്ട്. ആണോ? ഇതാ ഫീഫിന്റെ ആരെന്ന് ഇട്ട് നോക്കി ഒറ്റ ഒന്നും അതിശയനോ അല്ല ഇജ് വെള്ളിലിട്ടിന് ഇതാ സുഖം മറ്റു ഭയങ്കര ഇടങ്ങാറ്. എന്താ ചോദിക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളുടെ കൂടെ കാണികളുടെ പ്രിയങ്കരിയും ഇപ്പൊ അടുത്ത് പൊന്നാനി സ്കൂളിൽ പോയിട്ട് അഭിമാനം കാത്തു സൂക്ഷിച്ച നമ്മളെ പാത്തു വന്നിട്ടുണ്ട്. അന്ന് പാത്തുവിന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ വിതുമ്പലോടെ ഞാൻ ഓർത്തു പോവുകയാണ്. കാരണം സ്കൂളിൽ നിന്ന് പഠിച്ചു പോയി വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടും ആ സ്കൂളിലേക്ക് തന്നെ മടങ്ങി വരാൻ കാണിച്ച ആ ഒരു മനസ്സിനെ ടീച്ചർ അഭിനന്ദിച്ചതുമായി പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എന്താണ് ആ ഒരു മൊമെന്റിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ഓഡിയൻസിനോട്? ശരിക്കും പറയും മമ്മൂട്ടിനെ വരി. അത് തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതെ ഹനാന്റെ ഫാമിലിത്തെ എല്ലാവർക്കും ഒരുപാട് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഒരു എന്തെങ്കിലും ഒരു 3 കിട്ടി. പൊളിക്കും. എത്ര നോമ്പിട്ടി? ആകെ 6 നോമ്പല്ലായിട്ടുള്ളൂ. 6 കിട്ടി. എത്ര നോമ്പിട്ടി? 6 എനിക്കും കിട്ടി. എത്ര നോമ്പിട്ടി? ഇന്ന് 6ാമത്തെ നോമ്പ്. എത്ര നോമ്പിട്ടി? 6. എത്ര നോമ്പിട്ടി? 6 നോമ്പ്. എത്ര? 6ാമത്തെ.
എത്ര നോമ്പട്ടി? എനിക്കോ? എനിക്ക് 6 നമ്മളെ ഇരിക്കണം അറിയണ്ടേ അൽഫാമിന്റെ എണ്ണം കുറെ സാധ്യത വലിയ കുടിച്ചാൽ നമ്മള് സഭയിൽ ഇരിക്കാൻ വേണ്ട. നോമ്പ് ഇന്ന് എത്രണ്ണായി? എത്ര നോമ്പട്ടി? ഓനെ ദിവസം ഒരു 4 നോമ്പ് എടുക്കും. എത്ര നോമ്പട്ടി? ഫുള്ളും എത്ര നോമ്പട്ടി? ഫുള്ളുണ്ട്. എത്ര നോമ്പട്ടി? 6 മെല്ലെ പറയണായിരുന്നല്ലേ? എന്തൊക്കെ സുഖല്ലേ? എത്ര നോമ്പിട്ടി വരുന്നിടത്തൊക്കെ മാറിക്കാം. ഈ പ്രോട്ടീൻ എന്നുള്ള ടേബിൾ ഭയങ്കര തിരക്കാ. അപ്പോൾ എന്താ വെച്ചാൽ എണ്ണക്കടി ഒന്നും വേണ്ട, അതൊക്കെ എടുത്ത് തിന്നാ. ഇവരൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരുന്നോ മറ്റേ ടേബിൾ മേലെ? ഇനി എടാ ജിമ്മിക്കൊരു സീറ്റ്. ആള് കൂടി കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. ഇവിടെ ആള് കൂടിയ പ്രകാരം ഞാൻ അപ്പുറത്ത് തന്നെ നബീല് ഞാൻ പോവാണെന്നൊക്കെ വെറുതെ തിരക്കൂട്ടാ. ഞാൻ പോടി. നമ്മള് വേറെ പ്ലാനിൽ വന്നേനു. ഞാൻ വെച്ചു ജിമ്മി ഇരിക്ക്. അത് അവിടെ അതില് ചേരണ്ടേ? അവിടെ സീറ്റതാ. അവിടെ സീറ്റതാ അല്ലേ അച്ഛോ? അങ്ങോട്ട് ഇവിടെ ഒന്നും സാധനമില്ല. ഇവിടെ ഒരു ഭാഗമില്ല. ഇവിടെ കഴിക്കൂല. 2 ആളില്ലാത്തുള്ളൂ. കരയിനട കടന്ന് അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ജന്മത്തിൽ ആവശ്യങ്ങൾ വരുമ്പോ നബീലിന്റെ സ്നേഹം ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു ഫീൽ അറിയാൻ പറ്റുമോ? സൽമാനൊന്നും മൈക്ക് കൊടുക്കും എന്തോ പറയുന്നു. സൽമാൻ എന്താ പറഞ്ഞേ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് നോമ്പ് തുറക്കാൻ പോവുകയാണ്. പൈനാപ്പിൾ ഉണ്ട്, ബത്തക്കയുണ്ട്, കർമൂസ ഉണ്ട്, 5-6 കാരൊക്കെ ഉണ്ട്, സമൂസ ഉണ്ട്, കട്ലറ്റ് ഉണ്ട്, അച്ഛോ ചതിയാ ഫ്രണ്ട് പോണേ. എടാ 31 5 കൂടി 5 നബീല് ടൈം ഒക്കെ തുറക്കല്. ഞമ്മക്കില്ലേ മൊത്തം കാണിച്ചിട്ട് വരാവാ. ഇവിടെ വേറെ ആൾക്കാർ എടുക്കരുതല്ലോ. എന്താ വെച്ചാല് പിന്നെ എനിക്ക് ക്ഷമയൊന്നും ഉണ്ടല്ലോ, അടിയാവും. അതാണ് കാരണം ആദ്യം കിട്ടിയ സീറ്റ് പുറത്തു കൂടെ അടിയാണ് കിട്ടും. അപ്പം ഓൾ സെറ്റ്. താങ്ക് യു. അപ്പം ജ്യൂസ് പരിപാടികൾ എന്തൊക്കെയാ നമുക്ക് സ്പെഷ്യൽ ഉള്ളേക്കാ? പത്തിരി ഉണ്ട് നമ്മളെ കോഴിക്കോട് സ്പെഷ്യലേ. കോഴിക്കോട് സ്പെഷ്യൽ പത്തിരി, പിന്നെ ബിരിയാണി ഉണ്ട്. പിന്നെ ഡയറ്റ് ഉള്ളവർക്ക് അൽഫാം ഉണ്ട്. ഡയറ്റ് ഉള്ളവർക്ക് വേണ്ടി സ്പെഷ്യലായി അൽഫാം, പിന്നെ ചിക്കൻ കുമരകം ചിക്കൻ, പിന്നെ വരുന്നത് ബീഫ്, ചപ്പാത്തി, ബീഫ് സുക്ക, പിന്നെ ചായ, വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ ബിരിയാണി റൈസും. ബീഫ് ചുക്ക എന്നല്ലേ? ബീഫ് സുക്കല്ലേ? സുക്ക. നിങ്ങളെ പേര്? ഹമൽ ഷാ, ഹനാൻ ഷാ. 2-3 ലെറ്ററിന്റെ മാറ്റമുള്ളൂ. ആ നിങ്ങളത് എം എ അല്ലേ? ഇന്റെ എൻ എ. വെരി സിമിലർ. താങ്ക് യു. എനിക്ക് സന്തോഷം. അപ്പം എല്ലാവരും നോമ്പ് തുറ പരിപാടികൾക്കായി ഇരുന്ന് കഴിഞ്ഞിട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടി ആദ്യത്തെ ടേബിളിൽ ഉബൈദിക്ക, സൽമാനിക്ക, നിഹാലിക്ക,
നിജാസിക്ക, ഇപ്പുത്താൻ്റെ അനിയനിക്ക, അതുപോലെ തന്നെ സുഹൈൽക്ക എന്നിവർ അണിനിരക്കുമ്പോൾ പ്രോട്ടീൻ പ്ലേറ്റിൽ കൈയിട്ട് വാരാൻ വേണ്ടി ഒരു പറ്റ യുവാക്കൾ അവിടെ വൻ മത്സരത്തിന് ആദ്യം വരെ എല്ലാവരും മറ്റേ ടേബിളിലായിരുന്നു. പിന്നീട് ഞാനും ബാസിൽ അവിടെയാണെന്ന് അറിഞ്ഞിരിക്കെ മിർഷാദ് ക, നബീലിക്ക, മിക്കി, അതുപോലെ തന്നെ അച്ചു, അതുപോലെ തന്നെ ബാസിൽ എല്ലാവരും അവിടെ അണിനിരന്നിരിക്കുകയാണ്. ഇത് കുടുംബശ്രീ ടേബിൾ. കുടുംബശ്രീ എല്ലാവർക്കും അറിയുന്ന പോലെ നോമ്പിന് മുമ്പും ശേഷവും ആൾക്കാരുടെ കുറ്റങ്ങൾ മാക്സിമം പറഞ്ഞുകൊണ്ട് അവനവൻ്റെ അമലുകൾ മൊത്തം ആരാണ് കൊടുക്കുന്ന നമ്മുടെ കുടുംബശ്രീ ദീപം കുടുംബശ്രീ. സുനിനെ എല്ലാം അവിടെ തട്ടിട്ടോ നിജാസ്ക. ഇജ്ജ് നോക്കിക്കോ, അല്ലെങ്കിൽ ഉമ്മമാർ നോക്കണതിന് സുഖം ഉണ്ടല്ലോ. ആണുങ്ങൾ നോക്കിയാൽ കിട്ടൂല. അപ്പന്മാർ എത്ര നോക്കിയാലും ഉമ്മമാർ കൊണ്ടുവയ്ക്കുന്ന സുഖം കിട്ടൂല. എൻ്റെ മെല്ലെ ടേബിൾ കളിയാക്കി നിജാസ്ക. നിജാസ്കക്ക് മെല്ലെ ഇവിടെ വന്നിട്ട് സുഖമായിട്ട് തിന്നട്ടോ. ആ ശ്രീരാമ ലക്ഷ്മണൻ പാവമ്പിളിട്ടോ തിരിച്ചു കൊടുത്തിട്ടോ. മിനു തിരിച്ച് പാർസൽ അയച്ചു. അല്ലെങ്കിലും മിനു പറഞ്ഞു ഇപ്പമാര് നോക്കണ ആ ഒരു സുഖം ഒരിക്കലും ഇമ്മമാര് നോക്കിയാൽ കിട്ടില്ല. ഇപ്പമാരാകുമ്പോൾ ഹൈറ്റിൽ കുട്ടിയാക്കി ലോകം കാണാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കേട്ടാണ്ട് ഒപ്പിച്ച് വെച്ചു. ഞങ്ങൾ വ്ളോഗിങ് ആ തലക്കത്തിൽ എടാ അറബിനാരോ ഒറ്റക്കാക്കി ഇവിടെ വന്നാ ചെക്കന് ഇവിടെ പേരും തിരക്കും. ഇവിടെ ചെക്ക ഒറ്റക്കാണ്. അസ്സലാമു അലൈക്കും മുദീർ. How's today's iftar? Wallah, very good. Adiboli, bro. I hope you will enjoy today. Eda, I'm enjoying. Oru idda. I'm enjoying a lot. You enjoy Since I today? went with you, I'm enjoying now. That's why I told you. Ajwad will not take you to places. Ajwad will only show you PS5. PS5 you can get in Yemen and Bangalore. PS5 room, masjid. PS5 room, masjid. PS5 home, masjid. I told him he took me everywhere. Bro, we went to Ponnani. Yeah, I told him he took me everywhere. Second time table ഇപ്പോഴൊന്നും മാറി. So this is our favorite hangout place in Calicut. Stadium. We always come here. We always spend time here because it's owned by our friends only. I told him I like it when you all together, you know. Yeah, it's a good vibe, right? ഇതാണ് ഇപ്പോഴത്തെ സർപ്രൈസ് പറഞ്ഞാൽ നമുക്ക്. ഇത് പൊളിക്കും. ഞമ്മളെന്താടോ ഇതൊക്കെ ഇതെനിക്കൊന്നേ ഏതോ പയ്യന്റെ തീറ്റ ബാക്കിയുള്ളത് എന്തോ പ്ലേറ്റിലിട്ട് കൊടുക്കട്ടോ വാസിലെ. കാടിവെള്ളം പരിപാടികളൊക്കെ ആയിട്ട് തിന്നുമ്പോൾ തോന്നുന്നു കണ്ടിട്ട്. Very healthy boy. ഹെൽത്തി ഹെൽത്തി. ഹെൽത്തി. ഇത് കഴിഞ്ഞിട്ട് വേണം ബിരിയാണി കഴിക്കാൻ. ഹെൽത്തി. You should eat first healthy, then anything. First my coach told me to eat healthy. When we are breaking the suhu asha iftar, no, we have to eat this. After this biryani, kallumakkai, mate unnakkai, samosa, cutlet, anything I can eat, no problem. അല്ല ഇജ്ജ് പെയിന്റ് അടിച്ചോയ്മേ. ഇജ്ജ് വന്നപ്പോ ഇതേനല്ലോ വൈറ്റ് തന്നെയല്ലോ. അപ്പൊ എനിക്ക് ഇവിടെ ഇത് മാറ്റാൻ കിട്ടി. ബാക്കിയുള്ള ഷർട്ടൊക്കെ കിട്ടണം. എടാ ഇങ്ങനത്തെ ഫുഡ് എവിടെയാ കിട്ടുക? ഇതും അൽഫാമും കഴിച്ചാൽ മൂടാന്തരം നോൾട്ട. അല്ല വീട് വീടാന്തരം നോൾട്ട. അയ്യോ അല്ല നമുക്ക് അൽഫാം ഉണ്ട്. ഈ സെറ്റപ്പ് അടിപൊളിയായില്ലേ? സാരി തുമ്പുമ്പോൾ ലൈറ്റ് വെച്ചേ. പഴയ സാരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഉണക്കാൻ കൊടുത്തിട്ട് അത് ഇതാക്കുക, വെള്ള പെയിൻ്റ് ആക്കുക. വെള്ള പെയിൻ്റ് ആക്കിയിട്ട് തുമ്പത്ത് ലൈറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ഇൻഷത് കാണിച്ചിട്ടോ. സെറ്റപ്പ് അടിപൊളിയായി വാസിലായി. കണ്ടാൽ റിച്ച് ഫീൽ ഉണ്ടാവും. പക്ഷെ പഴയ സാരിൻ്റെ മൂട്ടിൽ ചെറിയ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഘടിപ്പിച്ചാണ് കറണ്ടിന് കണക്ഷൻ കൊടുത്താൽ പരിപാടി വൈബായി. കുറച്ച് മാല ബൾബും തോരണുണ്ടെന്നുണ്ടെങ്കിൽ സാധനം കളറായി. ആ ഭാഗത്തേക്കല്ല കളർ ഉണ്ടോ ലൈറ്റൊക്കെ മരത്തുമല്ല കളർ തൂക്കി. എപ്പോഴാ വാങ്ങി? ഓരോ പള്ളിക്ക് ഓരോ സമയത്താട്ടോ വാങ്ങി. ഓപ്പൺ സുഹൂർന്ന് വാസിലൊക്കെ കേൾക്കണ്ടത്. ഓപ്പൺ സുഹൂർന്ന് മണാലി അറബിനോട്. It's time. It's more than 1 minute. Can say?
കാരക്കെടുത്താ മറ്റേ ടേബിളൊരു കുടുങ്ങിയേക്കോലോ. എണ്ണക്കടി ഇനി അവിടെ ബാക്കിയാവില്ല. അവിടെ എന്താ വെച്ചാൽ എണ്ണക്കടി ആഗ്രഹമുള്ള 5 ആൾ ഒരു ടേബിളിലായി ഇപ്പം. ഓലൊക്കെ നമ്മൾക്ക് കിട്ടുന്ന രീതി വന്നാൽ നമ്മൾ വേറെ ടേബിൾക്ക് വന്നു. ഇവിടെ എണ്ണക്കടി ബാക്കിയാവും ചെയ്യും, അവിടെ ഇട്ട് തികയില്ല. നബീലിനെ പോലെ ആവും. പോയിട്ടിട്ട് കാര്യമില്ല. ബാങ്ക് കൊടുത്തീനി അറബി ഇങ്ങനെ we are early. It's okay. Basil told us to. Astaghfirullah. Wallah new. Our first new. Brother, it's okay, no problem. No brother, where bro? Where? Yeah, Safwan Kasi is taking care of me there. Safwan ka mashallah take good care of everyone. He's my one day I went trip with Safwan to Mumbai, Malsajgat. Allah, one trip I will never forget. Under controllable triple because everything was under not our control because driver. Heavy waterfall. When we reached Mumbai, heavy rain and waterfall happened. When I went to the place, no waterfall. Safwan ka showed me video of peaceful waterfall with flowing river and all. When I went to the waterfall, it was like in your car. People like walking like this, like people rescue people are coming because so many people got trapped inside the waterfall. And Safwan ka told me very peaceful place to travel. One experience I'll never forget. After that trip, I haven't went any trip with Safwan ka. Not because Safwan ka is like a heavy traveler. I'm not getting time. He's telling me I have a trip for you. Come with me. Safwan ka is like this only. Whenever we sit with Safwan ka for 5 minutes, 7th minute we'll be going for a trip with Safwan. Safwan is like that. That is what Safwan is all about. English improve ആവുന്നുണ്ടോ എൻ്റെ പേര് എന്നിട്ട് അതുള്ളതും പോവാണോ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്. മുരിങ്ങാത്തോരൻ കുഴപ്പമില്ല. ചിക്കൻ സാലഡ് നമ്മൾ മറ്റേ സാലഡ് ഓർത്തു പോകും. ഇതെന്താ മഷ്റൂമാ? ഞാൻ കഴിക്കും. എഗ്ഗാണിത്. ഉണ്ണിയേട്ടാണോ? ആരനെ അമ്പനിന്റെ പരിത്തെ താളിപ്പൊക്കെ കൂടെ കൊണ്ടുവച്ചേ. ഒരു സ്പൂണൊക്കെ രസം ഉണ്ടാവില്ല. ഫുള്ള് മടുപ്പാവില്ല. എല്ലാവരും വേറെ വേറെ ടേബിളിലായില്ലേ? ഒരു ടേബിൾ കിട്ടണല്ലേ? നമ്മളെ മറ്റേ സാലഡ് സീൻ സാധനല്ലേ ലുലുക്കാണ്. നമ്മളിവിടുത്തെ ലുലു ഉണ്ടാവും. എന്ത് സാലഡ്? ചിക്കനും ഉണ്ടോ? എഗ്ഗിന്റെ ടേസ്റ്റ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എഗ്ഗിന്റെ സാധനം മാത്രം ഇഷ്ടപ്പെട്ടു. അത് ചോദിച്ചാ അപ്പം എന്താണ് നോമ്പ് തുറന്ന പാടെ തന്നെ എന്താണ് അവനവൻ്റെ അമലുകളൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കൽ തുടങ്ങിയിട്ടോ. കുടുംബശ്രീ പരിപാടികളൊക്കെ ഓണാക്കാണ്. 5 നോമ്പിൻ്റെ ഇടയിലുണ്ടായ കുറ്റവും കുഞ്ഞായും ബാക്കിയുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നോമ്പ് തുറന്ന പാടെ ആ ഉണ്ടാക്കിയ അമല്, നോമ്പ് നോറ്റുണ്ടാക്കിയ അമല് മൊത്തം നോമ്പ് തുറന്ന് 5 മിനിറ്റ് ഉള്ളിൽ കളയാൻ പോകാട്ടോ ഇവരൊക്കെ. ഇവിടെ വെച്ച് മറ്റേ ചെയ്യണം സക്കാത്ത് പൈസൻ്റെ
കഴിയാനായി. ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എണീക്കില്ലേ? അപ്പോൾ ടൈം എടുക്കുമോ ഇത് റെഡിയാക്കാം? ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞോടാ? തരിക്കഞ്ഞി സ്പ്രിങ്കിൾ പോറിഡ്ജ്. സ്പ്രിങ്കിൾസ് അല്ല, സ്പ്രിങ്കിൾഡ് പോറിഡ്ജ്. ഇവിടെ വൈകി ആകെ പോകണം. ഒരു കാരണവശാലും ഇവിടെ വൈകരുത് കേട്ടോ. ആകെ പോകണം, ഫുൾ പ്ലാൻ പോകണം. പിന്നെ കേട്ടാ പോണ പറ്റുമെങ്കിൽ വണ്ടി അടിക്കേണ്ടി വരുന്നാല് ബൈക്കൊക്കെ വേണ്ടല്ലേ? നമുക്ക് ഞായറാഴ്ച കുറിച്ച് പോകണില്ലേ? ബൈക്ക് വിളിയും പാർക്ക് ചെയ്യാം. പോവാൻ നിൽക്കില്ല നമുക്ക് എല്ലാവരും കൂടി ആ പറ്റുമല്ലോ. അല്ലേ നാളെ നോക്കിയിട്ട് ഇന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കഴിച്ചു എങ്ങനെയുണ്ട്? ഇനി എണ്ണക്കടി അടുത്ത് കഴിഞ്ഞില്ലല്ലോ. നാളെ പരിപാടി ഉണ്ടോ? നാളെ പരിപാടി ഞാൻ പറഞ്ഞതാ. ക്വസ്റ്റ്യനോ? ഇതുപോലെ ഉണ്ടാക്കിയോ നടക്കാവില്? അങ്ങനെയാണ് ഞാൻ വീട്ടിൽ ബാഗിന് എന്തൊക്കെയാ ഉള്ളത്? ഡ്രസ്സ് കൂറ്റമാണ്ടാവില്ലേ? പിന്നെ പ്ലഗ്, ചാർജർ, ബ്രഷ്, ട്രിമ്മർ ഒക്കെ അവിടെ അറേഞ്ച് ചെയ്യാം. നിസ്കരിച്ചിട്ട് വന്നിട്ട് മെയിൻ കോഴ്സ് വെച്ചാലോ? അപ്പോൾ റെഡിയാക്കും വേണ്ടി നല്ല തീരുമാനം. ആ ടിഷ്യൂ ഒന്ന് കൊടുക്കി. തുടച്ചോളി, മുഖത്ത് തുടച്ചോളി. എല്ലാവരും ഇക്കാമത്ത് എടുത്തു. അത് എനിക്കിത് കിട്ടൂല. തൊട്ട് കിട്ടൂല. അപ്പൊ സുഹൃത്തുക്കളെ, പാവം എളിയ രണ്ടാൾക്കാരുണ്ട് കോഴി മാത്രം നിന്ന് ജീവിക്കണേ കോഴി ബുക്കുകൾ. അപ്പൊ കോഴി ബുക്കുകൾക്കുള്ള അൽഫാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ മാറ്റി വെച്ച് ഞങ്ങള് ഇതുമ്പോൾ ടിഷ്യൂ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇത് ആവരണം ചെയ്ത് വെച്ച ഡെക്കറേറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും ഇവിടെ എണ്ണക്കടി ഫുള്ള് തിന്നിട്ടും എന്താക്കും, പിന്നെയും കോഴി തിന്നിട്ടും ഇന്റെ തമസാൻ ഫുള്ള് ഇന്നലെ എനിക്കുന്നില്ലേ? എന്തൊക്കെ ഒന്നും ചിക്കറോളൊന്നും എനിക്ക് ഇന്നലെ എന്തൊക്കെയാ തന്നെ ബിലെ വേണ്ട നമ്മളെ പൊട്ടമാരല്ലല്ലോ എല്ലാം തന്നു. ഇന്നലെ എങ്ങനെ അറിയോ? എന്റെ സംഭവം എനിക്കോ എന്റെ സർവീസ് ഇതൊന്നുമില്ലല്ലോ എനിക്കോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പാവല്ലേ കൊടുത്തു. ഇന്നലെയും കൊടുത്തു, ഇന്നും കൊടുത്തു. അപ്പൊ എന്നേ തിന്നണ കഴിഞ്ഞിട്ട് ഇങ്ങനെ പല്ലുകുത്തിയെ കുട്ടി പോയിട്ടേ ആജി തന്നു. ആടാ ജി തന്നെങ്കി എന്താ പക്ഷെ മുട്ടുമ്പോ തീർത്തേക്കണട്ടാ. ജയ്സൺ അവരുടെ വരാൽ ജയ്സൺ. കാര്യം നമ്മള് 3 പേരുള്ളൂ. കാര്യം നമ്മള് 3 പേരുള്ളൂ. പക്ഷെ തീർക്കണല്ലേ, എല്ലാരും തീർത്തേക്കണട്ടാ. ജയ്സൺ അവരുടെ മനസ്സിലല്ലേ? വരാൽ ജയ്സൺ. പോട്ടെ സാറേ, വരണ സാറേ, പറഞ്ഞ സ്പിരിറ്റ് നോക്ക് സാറേ. നടക്കടാ സെക്യൂരിറ്റി. ഏതോ അല്ലമ്പ് ടീമാണ് നോക്കട്ടോ. അത് മറ്റേ താത്തല്ലേ? അല്ല, ഗ്രൗണ്ട് ഫ്ലോറിലാണോ അപ്പർ ഫ്ലോറിലാണോ നിസ്കാരം? ഒന്ന് ഇവിടെ എടുത്തിട്ട് നിസ്കാരം എന്നാ ഇവിടെ കൊടുത്തിട്ട് യമൻ എന്നുള്ള ഇമാമ ഉണ്ടെന്ന് നമ്മളത് ആ കുടുങ്ങിക്കണ്. യമനിമ നിസ്കരിച്ചതിന്റെ ബാക്കി വിശേഷങ്ങൾ കാണാം, എടുക്കാം. അപ്പം
സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും കൂടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഒരു ടെംപ്ലേറ്റിൽ കൂടിയിട്ട് എത്ര കാലമായി? ഇഷ്ടം പോലെ ഒരു എന്തായാലും 2-2.5 മാസമൊക്കെ ആയില്ലേ? ജിംഷാന്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് എല്ലാവരും ആരും കൂടിയിട്ടില്ല. എന്റെ കല്യാണം നിക്കാന്നേനി 2 മാർച്ച് 2 മാസം വേറെന്നുണ്ട് കൊറേ ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ പോലെ ഫ്രണ്ട്സിനെ കാണണം, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ഒക്കേഷൻ പോലെ ആയി. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാവരും നമ്മളൊപ്പം എല്ലാവരും ഉണ്ടാവുന്ന ഒരു ടൈമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിന് ഭയങ്കര ഹാപ്പി. പിന്നെ ഇവനെ പോലുള്ള ഇങ്ങനെ ടീം ഇത് കേക്ക് പറയണ കേക്ക് എന്താ പറഞ്ഞേ? ഞാൻ വിഷ്വൽസ് പകർത്താണ്. ഇതേപോലെ ടീമിനെ കാണുന്നുണ്ടെങ്കിൽ ഇവനെ പോലുള്ള കേട്ടിട്ടും കൂടി ചോദ്യം തീന് എന്താ എന്നെ ബില പറഞ്ഞെന്താ? കൂടിയിട്ട് കുറെ കാലമായി പറഞ്ഞു. ശരിക്കും ചിരിച്ചാതെ പറഞ്ഞു. അതായത് ഇതേപോലെ കൂടിയിട്ട് കുറെ കാലമായി. ഇതേപോലെ ആരും ഇപ്പൊ അങ്ങനെ ഒക്കേഷണലി കൂടലില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പ്രശ്നിക്കലിയോ എന്താ പറഞ്ഞേ? അല്ലേ ഒക്കേഷണലി കൂടലില്ല എന്ന് പറഞ്ഞില്ല. ഒക്കേഷണലി ആണ് കൂടലെന്ന്. എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോ അങ്ങനെ അറബി Arabic teacher, really? Yeah, I was an Arabic teacher. Then talk an Arabic. السلام عليكم. وعليكم السلام. كيف الحال؟ الحمد لله طيب. ما اسمك؟ محمد علوي. كيف اسمك؟ ഹനാൻ ഷാ. كيف حالك؟ طيب ان شاء الله. പിന്നെ ഹിവാറിന്റെ അവസാനം എങ്ങനെയാണ്? ഹിവാറിന്റെ അവസാനം ഉണ്ട് പൊട്ട. ഹിവാറ് സംഭാഷണത്തിന് അവസാനം എടാ ഒറ്റ ഉണ്ടല്ലേ ഉണ്ട്. തമാമല്ല പറഞ്ഞ കിട്ടി കിട്ടി കിട്ടി. ശുക്രൻ അഫ്വാൻ. അതൊക്കെയാണ് ഞങ്ങൾ ആകെ അറബി വിദ്യാഭ്യാസം. നന്ദി. ശുക്രൻ അഫ്വാൻ. We always like when go for exams to by learning this. You are Arabic teacher. You say only shukran afwan. 6 years back I was a teacher, so I forgot everything. I was a Hindi teacher, I was Arabic teacher. I know everything, but he has passed. How old are you? 25. How you were 6 years? 18. I got all the qualifications before 18. MashaAllah. While I was learning +2, I took all the qualifications. Arabic qualification, Hindi qualification, everything. So I became a teacher at 18. I was a government employee. And he also a government employee. ലൂസിഫർത്തെ ഡയലോഗ് ചെകുത്താനോട് വേദമോദാൻ വരല്ലേ അത് പറഞ്ഞിരിക്കുമ്പോ അന്തർധാര സജീവമായി കാണും. അത് എന്തിനാണ് ഈ കോൺഫിഡൻസ് നഗ്നത പ്രദർശിപ്പിക്കാൻ മറ്റുള്ള അജിത് എന്ത് നഷ്ടപ്പെടുകയാണെങ്കിലും അജിതിന്റെ കോൺഫിഡൻസ് ആണ് ലൈഫിൽ വേണ്ടത്. ബിസിനസ് നടത്തി 4 ലക്ഷം രൂപ കാറ്റിലാണ് പറഞ്ഞു. അങ്ങനെ ഇരിക്കാം. അൻത കുന്തല 2 കൊല്ലം മുമ്പ് അജിവദ് ഗോട്ട് ന്യൂ ഫ്രണ്ട് ഹൂ നോ ബിസിനസ്. വി പീപ്പിൾ ഡോണ്ട് നോ ബിസിനസ്. ഫുൾ കൊല്ലു പൊട്ടന്മാരോ ബിസിനസ് ഒന്ന് തുടങ്ങി കുടുങ്ങി ഒന്നും എല്ലാം തുടങ്ങി കുടുങ്ങിയ ടീം ലാ ബിസിനസ് ലാ കുല്ലു പീപ്പിൾ ഡ്രീമിംഗ് ബിസിനസ് ബിഗ് യൂസുഫ് അലി ബട്ട് വർക്കിംഗ് ലൈക്ക് ഐമാലി വർക്കിംഗ്. അപ്പൊ സോ ഇഫ് യു വാണ്ട് ടു ബി യൂസുഫ് അലി യു ഹാവ് ടു വർക്ക് ലൈക്ക് യൂസുഫ് അലി. ഇഫ് യു ആർ ഐമാലി യു cannot be a Yusuf Ali, right? So you know Yusuf Ali, right? No. You know
You know Lulu, right? Lulu Hyper. Who owns Lulu? I knew that it's Mallu. That is Yusuf Ali. Kerala's proud. Kerala's pride. Yusuf Ali owns all GCC, all supermarket, Lulu supermarket. Mashallah, big guy from Kerala. From this small town, he became big. He's very close with Thrissur. And This is this guy is coming now. Nihal also, global. Kerala Ponnani. Ajwad, few years back, 2 years back, we all kullu business mafi business nahi malum. But Ajwad became friends with one guy who knows business, very business mind person. And Ajwad built a very good friendship with him, and he told he directly ships iPhones from California. അതൊക്കെ പറയാൻ ഇൻട്രോ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ അറബിയെ അങ്ങനെ ഫസ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് സെയിൽ Ajwad got 25% profit. അന്ന് അജുദ് എൻ്റെ അടുത്ത് ഡയലോഗ് പറയുന്നത്, he know business, I know chemistry, we can do this But I know we could partner up. അപ്പോൾ Ajwad എന്താ വെച്ചാൽ മലയാളത്തിൽ പറയണതിന് എൻ്റെ രസം, ഇംഗ്ലീഷ് പറഞ്ഞാൽ ഫ്ലോ കിട്ടില്ല. അപ്പം ആഫ്റ്റർ ഫസ്റ്റ് ബിസിനസ് Ajwad got 25% profit. Second business 25% profit. With this profit, Ajwad took Ajwad's father's money and put into business. Then Kalli Valli Kalas Ajwad partner went vanish mode. Vanish ho gaya. 4 lakhs profit ഇല്ലാതെ ഇപ്പോൾ കിടക്കുകയാണ് ഇപ്പോൾ ആകെ നഷ്ടത്തിൽ. Ajwad എന്നോട് സംസാരിച്ചേ ഇനി മലയാളത്തിന് ആരെ കിട്ടില്ല, ഇനി അറബി പിടിക്കാറല്ലേ. Ajwad നിന്ന് പെൽച്ചൊക്കെ ഉണ്ടായിട്ടോ. അല്ല ഇപ്പം Ajwad കുറച്ച് സൈഡ് ഇങ്ങനെ കൊണ്ടിടക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ എടുത്ത് സ്റ്റാർട്ടാക്കിയിട്ടേ. അപ്പം ഇവനെന്താ വെച്ചാൽ ടൂറിസ്റ്റ് വിസിൽ കൊടുക്കുന്നതാണ്, കറണ്ട് വണ്ടിയാണ് Ajwadൻ്റെത്. എന്നിട്ട് Ajwad പെട്രോൾ 2500 പറഞ്ഞേക്ക്. എന്നിട്ട് Ajwad ഇവനോട് ചോദിച്ചേ അന്നെ കുറച്ച് ദിവസമായിട്ട് അല്ല അതിൽ ചോദിച്ചാൽ അറബിനോട് ചോദിച്ചേ എവിടൊക്കെ പോയി, പൊന്നാനി, പിന്നെ അവിടെ പോയി കോട്ടക്കൽ, പിന്നെ Ajwad ഹോം, പിന്നെ മസ്ജിദ്. അപ്പൊ ഒരേ റൂട്ട് കേട്ടോ, അതൊക്കെ ട്രിപ്പ് എടുക്കും. അപ്പൊ Ajwad ഇപ്പോൾ ഒരു ലാഭം ഇതിന് കിട്ടാതെ ഇങ്ങനൊന്നും ചെയ്യാൻ ഒരു മാർഗമല്ല ഇങ്ങനെ തോന്നിട്ടോ. അതിൽ ചോദിച്ചേ എത്ര പൈസ തരാണ്ട് ചോദിച്ചാൽ അറബിനോട് കുറേ തരാണ്ട്. അപ്പോൾ Ajwad അതൊക്കെ ഓടി മൈനസാക്കാം. കറണ്ട് വണ്ടിയിൽ ഓട്ടം പിടിച്ചിട്ട് കൊടുക്കാനുള്ള പൈസ ഒക്കെ മൈനസായി ഇപ്പം എന്താ കുറച്ച് ചില്ലറ കുറച്ചുള്ളൂ. ഞാൻ ആലോചിച്ചില്ല പറഞ്ഞ ഐഡിയ കാര്യത്തില്ല എന്ത് ഇങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. ചാട്ടന്റെ പൂക്കള് കണ്ടാളാ ഇജ് നോന്റെപ്പം ഞങ്ങളൊന്നും ഈ കുപ്പായ ഞാനോട് ഒറ്റക്ക് ഇടാൻ പറഞ്ഞാലേ ഇജ് ചത്താലും ഇടൂല. ഇജ് നോന്റെപ്പം ഇതൊക്കെ ഇട്ടോ അങ്ങനെ സുഖിപ്പിച്ച് നിക്കണ എന്തിനാണ്. But Ajwad is a good friend. Ajwad was not my friend. First, Ajwad was not my friend. Ajwad was my brother's friend. Ajwad used to come to my home to play PS5 with my brother, and I used to see Ajwad oftentimes. So every time Ajwad goes to school in a different style, like a Korean style. Ancient times Ajwad was a Korean boy. കുറേ എൻ്റെ അടുത്ത് കൊണ്ടിട്ട് കുറേ 5 കൊല്ലമായി. അപ്പോൾ ആൻഷ്യൻ്റ് ആക്കി പോലെ ആൻഷ്യൻ്റ് ടൈം. അപ്പം then I became company with Ajwad. We traveled together. When I went to Kochi one day, nobody was with me to accompany me, and Ajwad came with me in a line bus. It's a very memoryful day for me. Very memory, because that was the last time I went in line bus. It was with Ajwad only. Ajwad came with me by the KSRTC and kullu general KSRTC അങ്ങനെയൊക്കെ തിരിച്ച് പെരലെത്തി. വെഹിക്കിളില്ല അറബിയ എല്ലാം ഇംഗ്ലീഷ് ആക്കാൻ കഴിയുന്നില്ല. ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ.
ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സഫ്വാനിക്ക് ഇതേപോലെ കൊറേ ആയിട്ട് എന്താ അറബിയാളെ കൊണ്ടെടുക്കാണ്. അപ്പം എപ്പോഴും എല്ലാവരും പറയും പ്രോഫിറ്റ് കിട്ടണേ അറബിയാളെ ഡിസൈൻ ചെയ്യാണ്ടോ. അറബി ഇന്റീരിയർ ഡിസൈനിങ് യമൻ ഹൗസ് ഡിസൈൻ ഇന്റീരിയർ ഫുൾ കുല്ലു ഇന്റീരിയർ ഡിസൈൻ ഓൺട്രോ ഇന്റീരിയർ ഡിസൈൻ. അതായത് വില തുച്ഛം ഗുണം മെച്ചം വില തുച്ഛം ഗുണം മെച്ചം. You have to take Kerala design to Yemen through Ondrio Designs of Manjeri. Ondrio Designs is one of the biggest and largest and growing entrepreneurship of interior design in Kerala. He teaches many students. Last year, മാഷാഅല്ലാഹ് പ്ലിന്റ് രോമം വന്ന് you know, last year 25 students took scholarship and 25 students learned through Ondrio International Interior Designing. അതല്ലേ നാളെ ഫുൾ സ്കോളർഷിപ്പിന് കുട്ടികള് സ്കോളർഷിപ്പ് ഒന്നുമില്ല കേട്ടോ. അത് വന്നപ്പോൾ പറഞ്ഞു പോയതാ 25 സ്റ്റുഡൻറ് ലേൺ ത്രൂ കോൺവൊക്കേഷൻ സെറിമണി, വെരി ബിഗ് സെറിമണി, BP ഹാളിൽ ഫുൾ സെറിമണി ആക്കി വെച്ചു. അച്ചു ഫുൾ ടെൻഷനായി. അടുത്തൊല്ലം ഇല്ലാത്ത പൈസ ഒക്കെ എടുത്തിട്ട് ഇതൊക്കെ കണ്ട് കുറെ കുട്ടികളെ പഠിച്ചാൽ വരും. അപ്പോൾ കാര്യത്തിൽ പറഞ്ഞോ ഇന്റീരിയർ ഡിസൈൻ പഠിപ്പിക്കണില്ല എപ്പോഴും. അപ്പം അച്ചുവിനെ ആരെങ്കിലും ഇന്റീരിയർ ഡിസൈനിങ്, ആർക്കിടെക്ചർ, പ്ലാന് വരക്കാൻ, പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും കുടുങ്ങിപ്പോയി അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺട്രോ ഡിസൈനെ കോൺടാക്ട് ചെയ്യുക. ഐ എം അഫ്രാസ് എന്നുള്ള ഐഡിയിലേക്ക് ഓരോ വിലയേറിയ മെസ്സേജുകൾ അയച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കട്ടോ. ആഡ് കഴിഞ്ഞു. അപ്പം യു ഹാവ് ടു ടേക്ക് കേരള ഡിസൈൻസ് ടു യമൻ. ആർ യു പ്ലാനിങ് ടു മാരി ഫ്രം കേരള ഓർ ഫ്രം യമൻ? How old are you? 23. ആണോ? No, you're 20, right? 20. I am 23. That's 20. ഒന്ന് കുത്തിച്ചേർന്നേക്കാം. മൈക്കിന്റെ അടുത്തേക്ക് വരല്ലേ, അത് ഇങ്ങോട്ട് പിടിച്ചതാണ് അലമ്പും. ദുബായിന്ന് സൗദിന്നൊക്കെ അറബിയാള് വരുമല്ലോ. എന്നിട്ട് അവിടെ ചെന്ന് പോയി പറഞ്ഞതാണ്. എന്നിട്ട് അവിടെ പെണ്ണിട്ടിയാണ്ട് പോലെ അങ്ങോട്ടും പോകും. അപ്പൊ ഇവിടെയും പെണ്ണുങ്ങളുണ്ടാവും അവിടെ. അത് ഏത് പുസ്തകത്തിലാണ്? ശരിയാണല്ലേ. പറഞ്ഞോ അത് ശരിയാ, അത് ഹലാലാണ്. നബീല് കടന്നിട്ട് നബീല് മറ്റേ ഇതില്ലേ, മറ്റേ പടത്തില് ഇന്ന് നബീൽ നോക്കില്ല. എനിക്ക് മടുത്തു തുടങ്ങി എന്നും തന്നെ പറയാം. കാലം കുറെ ഒരുപാട് കാലത്ത് ആഗ്രഹം ഈ മടുപ്പ്. ചിലപ്പോ അരമണിക്കൂർ ഞാൻ പിന്നിൽ തുടങ്ങും. തൽക്കാലത്തേക്ക് മടുത്തു. ഇപ്പൊ എനിക്ക് ഇന്ന് എനിക്ക് നോക്കില്ല. അന്യ രാജ്യത്തിന് ആൾക്കാർ വന്ന സമയം. സുഹൃത്തുക്കളെ, ഇനി കുറച്ച് ഭക്ഷണം ആവാം. അശോകിന് ക്ഷീണമാവാം. അറബി കം ഫുഡ്, കേരള ഫുഡ്, ഹെവി ഫുഡ്, ബിരിയാണി, പത്തിരി. മാഷാഅല്ലാഹ്, എനിത്തിങ് ഫോർ യു മൈ ബ്രദർ. താങ്ക് യു. ശുക്രാൻ അറബി അലവി. അങ്ങോട്ടേക്ക് പോവാം.
autograph. Arabi, autograph. Your autograph. Here. Autograph. Signature. Signature. One second. Yo bro, salam alaikum. Rahmatullahi wabarakatuh. കുത്തിയെടുക്കാനല്ലേ പറഞ്ഞേ സിഗ്നേച്ചർ Arabic you have Arabic signature I want you to put Arabic signature هذا فوكي signature From right to left. my signature I'll show you my signature മുഹമ്മദ് അലവി ജാഫർ അലവി അഹമ്മദ് അലവി ആടാ ആൽവിനോ അറബി ആൽവിനോ അല്ല എന്നോട് ആലിന്ന് പറഞ്ഞേ ആൽവിനല്ല അലവി മീനിങ് ഓ അൽവി കുട്ടാ അത് ചെക്കനെ തീരെ ശ്രദ്ധിക്കുള്ളൂ കേട്ടോ എല്ലാ സമയത്തും ഓൻ ലാസ്റ്റാ വരുന്നത് ഞാൻ പറഞ്ഞതാ ഇങ്ങനെ നടത്താം ഇതാ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ വേണം കൈ എടുത്തിട്ട് സീനില്ല പക്ഷെ ലൈവ് രസം ലൈവല്ലാണേ പറഞ്ഞ കല്യാണം മുടക്കി 1.5 ലക്ഷം ഉറുപ്പിക കിട്ടുന്നു ആ ബിസിനസ് കൊടുക്കുക എന്ത് നീചനാണ് ഇവൻ. ഇവൻ പറഞ്ഞു കല്യാണം മുടക്കിയാല് കല്യാണം മുടക്കിയ 1.5 ലക്ഷം അത് കൊടുക്കണ്ടോ എടുക്കണ്ടോ അജുന് നേടും കൊറേ അടി ആലുവേ കാം ബാ കഴിഞ്ഞിട്ട് കേട്ടെ അത് പറയാല്ലേ ബാ അപ്പൊ സുഹൃത്തുക്കളെ ഓലാണ്ട് പോയി അപ്പൊ സുഹൃത്തുക്കളെ ഇന്ന് മറ്റേ കേക്ക് എവിടെ അല്ല അത് വേറെ മുറിച്ചാൽ വേറെ എങ്ങനെ മുറിച്ചാൽ നമുക്ക് ഇവിടെ വെച്ചിട്ടെല്ലാം മുറിക്കാം അപ്പം നമ്മളിന്ന് നിഹാലിക്കുവിന് വേണ്ടിയിട്ട് ഗ്ലോബൽ നിഹാലിക്കുവിന് വേണ്ടി ഗ്ലോബൽ സെലിബ്രേഷൻ വേണ്ടിയിട്ട് നമ്മൾ കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടാ കാണിച്ചു കൊടുത്താ നിങ്ങളെ കണ്ടാ തന്നെ മനസ്സിലായി നമ്മൾ വർഷങ്ങളായിട്ട് ഒരേ സംഭവം തന്നെ ചെയ്യണം ആരും പറയുന്നില്ല അപ്പം എന്തെങ്കിലും വന്ന കേക്ക് മുറിച്ചെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ അഭിനയത്തിനൊരു കുറവില്ല എന്നാലും അഭിനയത്തിനൊരു കുറവില്ല നമ്മൾ കഷ്ടപ്പെട്ട് ഗ്ലോബൽ മുട്ട എൻ്റെ ഗ്ലോബലൊക്കെ ചടങ്ങിയല്ലോ ഇതാണ് എൻ്റെ കേക്ക് ഗ്ലോബൽ സ്റ്റാർ നിഹാലിക്കു ഹണി സ്പെഷ്യൽ കേക്ക് സ്പോൺസർ ചെയ്യുന്ന ഗ്ലോബൽ സ്റ്റാർ നിഹാലിക്കു കേക്ക് തിന്നാൻ വേണ്ടി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുറിക്കല്ലേ അല്ല ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ തിന്നാ ഫുഡ് കഴിക്കാൻ കഴിയില്ല അല്ല നിങ്ങൾ എടുത്ത് ചോദിച്ചു ഞാൻ കേക്ക് കാണിച്ചു കൊടുക്കാൻ അപ്പൊ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടാ വരി ഫുഡ് കഴിക്കല്ലേ അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഗ്ലോബൽ കേക്ക് കട്ടിങ് സെറിമണി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. സർപ്രൈസൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും. വാ 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 എന്താ പോണ് മോനെ ഗ്ലോബൽ സ്റ്റാർ കേക്ക് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടായി. ഗ്ലോബൽ കേക്ക് ഇത് ഞങ്ങളാണ് കേക്കിന്റെ അടുത്ത് നിർത്തിട്ടില്ലേ? ഞങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചവിട്ടി ചവിട്ടി വരുള്ളൂ. നിങ്ങൾ വരെ ഒന്നായിട്ട് പോകില്ല. മറ്റേത് എടുക്കാം, ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലെ കുറച്ചായിട്ട് എടുക്കാം. അത് തികഞ്ഞിട്ടില്ലേ എടുക്കല്ലേ? എന്താണത്? ഇത് എങ്ങനെ എടുക്കപ്പെത്താ? എല്ലാരും ഷുഗർ കട്ട ഫുള്ള് കഴിക്കണം ചാൻസ്. ആക്ടിങ് ഈസ് ഡിമാൻഡഡ്. അല്ല എല്ലാരും വേണം. ലെഫ്റ്റ് കൂടി കയ്യടി നബീലെ അവിടെ എത്തിയിട്ട് അറിയില്ലേ പുഡി ഞാൻ കൊളാക്കിന്നോ. ഇന്നെന്താ
ഒരു ഗ്ലോബൽ കേക്ക് കട്ടിംഗ് സെറിമണി. കേക്കുണ്ട്. മിർശാക്കടെ കട്ട് ചെയ്, നീ ആള് കട്ട് ചെയ്, ബാ ഇങ്ങോട്ടേക്ക്. ഗ്ലോബൽ സ്റ്റാർ ഗ്ലോബൽ സ്റ്റാർ ഗ്ലോബൽ സ്റ്റാർ ഗ്ലോബൽ എല്ലാവരും വരും. അതായത് എന്തിനാണ് ഇങ്ങനൊക്കെ റിസ്ക് എടുക്കണത്? അപ്പൊ എന്താ വെച്ചാല് ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് എനിക്ക് കിട്ടാൻ കാരണം നമ്മളെല്ലാരും കൂടി അനാൻസ് ഫാമിലി. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്താണ് ഓരോ വീഡിയോ ഇടാനും മോട്ടിവേറ്റ് ചെയ്തത് ഇപ്പൊ തുടക്കത്തിലാണെങ്കിൽ ഇപ്പൊ ഹനാനും ഫസ്റ്റ് മുതൽ അക്കൗണ്ട് തുടങ്ങിയ മുതൽ അനു ആണ് എന്റെ അടുത്ത് പറഞ്ഞത് അക്കൗണ്ട് തുടങ്ങാനും അതേപോലെ അത് നിന്നെ കൊണ്ട് പറ്റുന്നുള്ള ഒരു മോട്ടിവേഷൻ തന്നത് അനുവാണ്. അപ്പോ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളും അതേപോലെ ഇതിൽ ഞാൻ ഓരോ ഞാൻ വീഡിയോ ഇട്ടപ്പോ അപ്പോ ഈ വീഡിയോ ആണ് നിങ്ങൾ അതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളും പങ്കാളികളാണ്. അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പണ്ടൊക്കെ കളിമയത്തില് ടാഗ് നടന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈക്ക് ഫോർ ലൈക്ക് കൈ അടിക്കൂ. ഞാൻ അന്നെ മുറിക്കേ അന്നെ തന്നെ മുറിക്ക കൈത്തൊരു കിട്ടിയാലോ? ഫസ്റ്റ് പ്രായം കൊടുക്കാൻ ബാസിൽ ഷുഗറുണ്ട് ചെറിയ പിന്നെ പ്രായം കുറഞ്ഞല്ലോ. ഇവിടെ കൊടുക്കണം കൊറേ നേരം രണ്ടിട്ടൊക്കെ അടിക്കണം. പിന്നെ പിന്നെ ആയിക്കോട്ടെ മറ്റേ പാട്ടുണ്ടല്ലോ അപ്പൊ രണ്ടു വാക്ക് പറയണ്ട്. ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്തപ്പോ അതില് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഞെട്ടിപ്പോ ഒരു കൂക്കൽ ആ വീഡിയോയിൽ. അതായത് കാന്താരിയില് ഋഷഭ് ഷെട്ടി പോലും ചെയ്യാത്ത പെർഫോമൻസ് ആയിരുന്നു. ആ ഒരൊറ്റ സെക്കൻഡിൽ നബീൽ ആ സ്ക്രീനിൽ സർവ്വതുല്യമാക്കി. അപ്പൊ നബീലിന് ഒരു കേക്ക് സമർപ്പിക്കാൻ ഞാൻ വലിയ പീസാണോ? വലിയ പീസാണോ? ഹാപ്പി ഗ്ലോബൽ ഡേ എന്നൊക്കെ. ഗ്ലോബൽ കേക്കുണ്ട്. അല്ല അമ്പിളി ഇത് ഫുള്ള് കണ്ടിട്ടില്ല. അമ്പിളി പ്രകൃതിയായിട്ട് ബന്ധമില്ല. ഹാപ്പി ഗ്ലോബൽ വാർമിംഗ് ഡേ എല്ലാവരോടും
ഹാപ്പി ഗ്ലോബൽ വില്ലേജ്. ഹാപ്പി ഗ്ലോബൽ വില്ലേജ്. അപ്പൊ നിയാലിന് ഗ്ലോബൽ റെക്കഗ്നിഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നബീലിനെ സ്വിമ്മിംഗ് പൂളിൽ ഇടാനുള്ള എല്ലാരും തലെടുത്ത് മിക്കി എടുത്ത സ്ഥലമാണത്. തലയും പോയി മിക്കി പടി എടുത്തോ. ഇവലൊക്കെ നീതിയന്മാരാണല്ലോ. ഒരു കേക്കിനെ പോലെ വെറുതെ വിടാത്ത ടീമാണ് ഇവനൊക്കെ. ക്യാമറമാനോടെ അയ്യോ മണലെ ചൂടെടുക്കണ്ടോ മുട്ടിട്ടായിട്ട്? അർഷാബാദ് ഒന്ന് നിശബ്ദത കൊണ്ട് മായാജാലം തീർക്കട്ടെ. അർഷാബാദ് വിചാരിച്ചു ഒന്ന് മുണ്ടാതെ എന്നിട്ട് എന്ത് ചെയ്താ മാക്സിമം പൂക്കിയായാലും എന്താ വെച്ചാല് സെറ്റ് ആവും. അർഷാബാദ് വെറുതെ ജിമ്മിന് പോവാ. ഇത് ഒരു കേക്ക് ഒരു പൊട്ടുന്നു എന്നിട്ട് മറ്റേ കേക്ക് തിന്നാൻ പോവാ. ആ ഇല്ലില്ല ഞാൻ തിന്നിട്ടില്ല. നബീലിന് മനസ്സിലായിട്ടോ. നബീലിനെ അറിയാം നമ്മൾ പറഞ്ഞ ഷുഗർലെസ്സാ. വേണ്ട വേണ്ട അപ്പൊ പിന്നെ എന്തായാലും ഉണ്ടാക്കാം. തേങ്ങ താളരച്ചാലും അല്ല തേങ്ങാപ്പാലോട് ഉണ്ടാക്കിയാണ്. ആ ചൊല്ലെങ്ങനെയാണ് തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. അതിനെ കംപ്ലൈന്റ് വരണം. പായമയുടെ തനിമ ഗ്ലോബൽ വാർമിംഗ് ഗ്ലോബൽ വില്ലേജ് ആടിക ആട്ടടാ. ഒരു പീസ് കഴിച്ചാ ഒരു പീസ് അല്ലല്ല ഞാൻ തരുന്ന ഒരു പീസ് ബാസിലെല്ലാം കുറച്ച് അതാണ് പാമ്പുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ സ്കെച്ച് ഉണ്ട്, മണക്കുണ്ട്. എനിക്ക് ആരെയോ പൂളിക്കിടാനുള്ള ആരിടണ്ടെന്ന്. അല്ലാ അല്ല നബീലല്ലോ. നബീല് പാഞ്ഞടാ, ഇവിടുന്ന് പാഞ്ഞ്. ആളായിക്കൊണ്ടേ രണ്ടാൾ പൊങ്ങിട്ട് വീണു. ഫോണില് സൽമാൻ എന്തായാലും പിടിച്ചുട്ടോ. സൽമാനെ പിടിച്ചു. റോവരി വെൽക്കം ബ്രോ, വെൽക്കം. നിങ്ങൾ വീണോ? ഇത്രയും കാലം ആണുങ്ങളെ കിട്ടില്ല, ഇനി നമുക്ക് പെൺകുട്ടികളെ അർഷാബാത്തിനെ പിടിച്ചിട്ടാലോ? ബാസിലെ അർഷാബാത്തിനെ പിടിച്ചിടുന്ന പോലെ അഭിനയിക്കുക.
കഴിഞ്ഞ പ്രാവശ്യം എനർജി ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ വിളിക്കണം. ചാടണോ അതോ എങ്ങനെയാണ്? ചാടല്ലേ? ചാടണം. ചാടിക്കളി തലക്കൂടെ ഒഴിക്കും. അതാ ലാഭം പാത്തു. തലക്കൂടെ വെച്ചോളി. ഒരു റമദാൻ മാസമായിട്ട് നോമ്പുറക്കാൻ വന്ന കോലാണ്. എന്റെ ഫോൺ വെള്ളത്തിലടിയോ? കുഴപ്പമില്ലല്ലോ. ഒന്നും പറ്റില്ല. അറബി 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 ഇതൊരു ഇവിടുത്തെ ഒരു ഫെസ്റ്റിവലാണ്. കേരള ട്രഡീഷൻ. മിക്കി 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 അടുത്ത നിറക്ക് മിക്കിക്ക് വേണ്ടിയിരിക്കുന്നു. മിക്കി മിക്കി ആ പോണ് മിക്കി ആ പോണ് മിക്കി. അല്ലാ ഇന്റെ ഫോൺ ഇന്റെ ഫോൺ 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 ഫോൺ. ഹലോ അൽഹംദുലില്ലാ. ഹലോ അസ്സലാമു അലൈക്കും. ഹലോ ഹലോ പാട്ടോ ഓക്കെ അല്ലേ? വെള്ളം വേണോ? കുഴപ്പമില്ല. അവിടെ കെൻസ് നോക്കിയിട്ടില്ല ഫോണ്. ഞാനല്ലേ പോണ്. ഇല്ല ഇല്ല ഫോണ് പൊക്കി പിടിച്ചിനി. ഇവന് സമ്മതിച്ചിട്ട് എന്നാലും ഞാൻ ഫോണ് കുറച്ചിങ്ങനെ ആയിട്ടോളോ. എങ്ങനെ പോരുന്ന അപ്പൊ ഇന്ന് ശ്രീമാൻ കെൻസിനെ അപ്പൊ നനച്ച് തൂഫാനാക്കി വിട്ടിക്കണ്. ബാസിലേ മാഷോട് മുട്ടണ്ട മക്കളെ. അങ്ങോട്ട് പൊളിയും. മാഷോട് മുട്ടണ്ട മക്കളെ. അല്ല ഞാൻ പോട്ടോ. നിങ്ങൾ ബസ്സിനോട് വണ്ടി ആരവിടെ? എടാ സൽമാനെ ശരിക്കും ഇടാം. നിങ്ങളൊക്കെ തള്ളിട്ട് സൽമാനാ. എന്നാ പിടിച്ചോക്കി പിടിച്ചിട്ടോക്കി അല്ലേ ബാസിലെ? അയ്യോ വല്ലാത്തൊരു നോമ്പർ കഴിഞ്ഞ്. കാറിന്റെ ഉള്ളിലോ? എടാ ജോ ഓൾറെഡി ചാടിയല്ലേ? എത്തപ്പന്റെ കോലം എത്താപ്പത് കഥ. നമ്മളെ നുമ്രക്ക് പോയി വന്നപ്പോത്തിന് ടാറ്റ ബിർള അംബാനിയെ അല്ല പടച്ചു, ഈ പാവപ്പെട്ട മിക്കിയെയും അല്ല പടച്ചു. സൽമാൻ ഇവിടെ ഈ കാട്ടിൽ എവിടെയും സൽമാനെ കിട്ടും വിട്ടാലോ? അച്ഛോ നമ്മൾ പോയാലോ? നിജാസ്ക ഇവിടെ നിൽക്കുന്ന ഒരാളെണ്ണം കൂടും. അവസാനം എന്താ പറയുക, നമ്മൾ മാത്രം ബാക്കിയാവും. അപ്പൊ ചാടിയ ആൾക്കാരെ ശക്തി കൂടും. അപ്പം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വ്ളോഗ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരാളോട് ഇവിടെ അഭിപ്രായം ചോദിക്കാണ്ട് കേട്ടോ. അപ്പം നോമ്പ് പരിപാടി ഇതൊക്കെ സ്പേസ് ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങളൊരു കോളേജ് ടീമും പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോമ്പിന് നിങ്ങൾക്ക് നോമ്പ് നോൽക്കാനും തുറക്കാനൊക്കെ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേഡിയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. കിടിലനായിട്ട് ഇവിടെ ഡെക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടേബിൾ പരിപാടി സെൻറ്ററിൽ പിടിച്ചിട്ടാൽ നോമ്പ് തുറക്കലുണ്ടാവും കളർ പരിപാടികളായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കും പരിപാടികളൊക്കെ എന്ത് ചെയ്യുക, ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ പിരിയാണ് അല്ലേ? അല്ല ജിമ്മൊക്കെ പോവും. അല്ല അസറു ഏൽപ്പിച്ചൊരു പണിയുണ്ട്. അസറു ബേറൂട്ടിൻ്റെ ഒരു ഷൂട്ട് ഏൽപ്പിച്ചിരുന്നു.
പക്ഷെ ആ ഷൂട്ട് ഇന്നലെ എപ്പോഴാണ് കഴിഞ്ഞറിയോ? ഇന്നലെ തീർന്നില്ല. ഇന്നലെ പെരച്ചൊക്കെ പെരേക്കാണ്. പെരച്ചൊക്കെ ഫുഡിന് എത്തിയേക്ക. അതാ തലല്ല ഉറങ്ങിയില്ല. പോയി ഉറങ്ങിക്കോളി ചോദിക്കാം. സർഫ് ചെയ്ത് വന്നാണ്. അപ്പം അറബി ലെറ്റ്സ് ഗോ. അലവി ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ ഇൻഷാല്ലാ. അപ്പം എന്നാണ് വരിക? ഈ വിളിക്ക്. അപ്പം പുതിയ കുക്കിംഗ് 25ഓളം വരുന്ന ഹർഷ പാത്തു ആരാധകർ ആകെ വിഷമത്തിലാണ്. പാത്തുവിനെ കാണാനില്ല, വ്ളോഗിൽ വരുന്നില്ല, പണ്ടത്തെ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. 25ഓളം വരുന്ന കുടുംബ പ്രേക്ഷകരെ അങ്ങനെ. അപ്പൊ പാത്തുവിനെ കുക്കിംഗ് വ്ളോഗ് അങ്ങോട്ട് തിരിച്ചു. അപ്പൊ കുക്കിംഗ് വ്ളോഗിന് പാത്തുവിനെ വിളിച്ചപ്പോഴല്ലോ എന്നോട് ഇങ്ങനെ ആട്ടി. ഞാൻ കരുതി ഇത് ബ്ലഷ് ഇട്ടപ്പോ എക്സ്ട്രാ ഫിറ്റ് ആയി പോയതാ. അല്ല, ഇത് ബ്ലഷ് ഇട്ടതല്ല, ചിക്കൻ ഫ്രൈ ആയപ്പോ ഞാൻ ഫ്രൈ ആയതാ. എണ്ണ കുറച്ചാണല്ലോ. നമ്മളെ എണ്ണക്കടിയല്ലല്ലോ ഉണ്ടാക്കണം നമ്മളെ വീട്ടില്. നമ്മള് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം. ഹെൽത്തി ഫുഡ് നോക്കണ്ടേ. എത്ര ദിവസം വരും? ഇൻഷാല്ലാ വന്നിട്ട് മൂഡ് പോലെ നോക്കാം. പ്ലീസ്. ഇൻഷാല്ലാ 3 ദിവസം ലിയനെ വിളിക്കോ? പരിചയമുള്ള പോലെ അലിയനൊക്കെ വിളിക്കാം. എനിക്ക് ആരെ വേണ്ട, എനിക്ക് കമ്പനിക്ക് ആരെ വേണ്ട പോലെയൊക്കെ വിളിക്കും. അപ്പൊ വരും. കുക്ക് ചെയ്യോ? ഓക്കെ ബാട്ടോ. അപ്പം സുഹൃത്തുക്കളെ, നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കണം. ആകെ വേർത്ത് കുളിച്ചു, വ്ളോഗ് എടുത്ത് വേർത്ത് കുളിച്ചു. സൈഡായി എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. വൽക്കമല വ്ളോഗിങ് ആയില്ലേ ഇന്ന്, പെരും വ്ളോഗിങ്. അപ്പോൾ പഠിച്ചാൽ നമ്മൾ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് നമ്മുടെ ചാനൽ. ചിലപ്പം ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആയിട്ടില്ല, ചിലപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ആയി കാണും, ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. ഇതെന്നാ ഇടാന്ന് അറിയില്ല, 2-3 ബാക്കിൽ വരല്ലേ. അപ്പോൾ എന്തായാലും പ്ലീസ് ടു സബ്സ്ക്രൈബ്. എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ലവ് യു ഓൾ. ബൈ.